ഹലോ എവ്രി വൺ, ഹൗസ് ഇറ്റ് ഗോയിങ് മൈ ഡിയർ ഫ്രണ്ട്സ്? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മുടെ കൂടെ രണ്ടാൾക്കാർ റെഡിയായി ഓൺലൈനിൽ കാത്തിരിക്കുകയാണ്. ഏഞ്ചലീനയും അഭിനവ്, രണ്ടാളെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ഒപ്പം തന്നെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ഒരു കാര്യമാണ്. പല സ്ഥലത്തും പോയിട്ട് വഴി ചോദിക്കുക, അതിൽ ഈ സ്ഥാപനം എവിടെയാണ്, അപ്പോൾ ഒരാൾ പറയുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ്, ഇതൊക്കെ പറയുമ്പോൾ മൊത്തം കൺഫ്യൂഷനായിരിക്കും. ലോകത്ത് എവിടെ ചെന്നാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മളിന്ന് കോൺവെർസേഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു കോൺവെർസേഷൻ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഒരു കോൺവെർസേഷൻ സ്വന്തമായി നമ്മളെല്ലാവരും ഒന്ന് ഇവിടുന്ന് പറയും. ഇത് വെറുതെ പറയല്ല ചെയ്യുക. ഈ ഒരു കോൺവെർസേഷൻ ഉപയോഗിച്ച് നമുക്ക് അത്യാവശ്യം ഒരു സ്ഥലത്ത് പോകുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ വഴി ചോദിക്കുന്നതോ അല്ലെങ്കിൽ ഇന്ന സ്ഥാപനം എവിടെയാണെന്നോ ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് ചോദിക്കാൻ പറ്റും. എല്ലാവർക്കും നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഒന്നൊരു പ്രശ്നമല്ല കേട്ടോ. നമ്മൾ ഈ പറയുന്നത് ഓരോ വാക്കും ഓരോ സെൻറ്റൻസ് ഞാൻ എടുത്ത് പറഞ്ഞു തരും. ഇവിടെ വെച്ച് ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോവുകയാണ്. ഡോണ്ട് വറി, അത് ഒരു കുഴപ്പമില്ല, നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. ഒപ്പം നിങ്ങൾ ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടികളൊക്കെ ഞാൻ പറയും. നമ്മുടെ കൂടെ രണ്ടാൾക്കാരുണ്ട്, അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഏഞ്ചലീന മോള് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. വെൽക്കം ഏഞ്ചലീന. ആർ യു ഹാപ്പി? യെസ് ഐ ആം ഹാപ്പി. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് അഭിനവ്? യെസ് സർ, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട് അല്ലേ? യെസ് യെസ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് വാട്സപ്പിൽ. ഒരുപാട് ആൾക്കാർ പല സംശയം ചോദിച്ചിട്ടുണ്ട്. പല സംശയങ്ങൾക്കുള്ള മറുപടി ഞാനിന്ന് പറയുന്നതായിരിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ കാല് ഉളുക്കുമ്പോൾ, ഇപ്പോൾ നടന്നു പോകുന്ന സമയത്ത് കാല് എന്താ പറയുക, മടഞ്ഞു പോവുക, ഉളുക്കുക, ഇതിനൊക്കെ ഇംഗ്ലീഷിൽ എന്താ പറയുക എന്നുള്ളത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി പറയുന്നതായിരിക്കും. സാർ, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അഭിനവനാ ചോദിച്ചോ. അതേപോലെ തന്നെ ഈ കാല് നമ്മൾ വെച്ച് കുത്തി പോകൂലേ, അതായത് നടക്കുമ്പോൾ കല്ലിനൊക്കെ പെട്ടെന്ന് തട്ടിപ്പോകൂലേ വിരലൊക്കെ? കാലിന്റെ വിരൽ നമ്മളിങ്ങനെ എവിടെയെങ്കിലും നടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും തട്ടി ചതവ് വരുന്നത്. അതിനെന്താ പറയാ? അതിന് ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? എന്താ പറയാ? വെരി ഗുഡ്, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ മോൾക്കുന്നുണ്ടോ? ഡൗട്ട് ഉണ്ട്, ചോദിച്ചോളൂ. ഈ വിരലൊക്കെ ഡോറിന്റെ അടുത്ത് കുടുങ്ങി പോവാ, അതിനെന്താ ഇംഗ്ലീഷിൽ പറയാ? അതായത് ഡോറിനുള്ളിൽ വിരൽ കുടുങ്ങി, ഡോർ അടയ്ക്കുമ്പോൾ വിരലൊക്കെ ഫിംഗേഴ്സ് ഇങ്ങനെ അതിനുള്ളിൽ കുടുങ്ങി പോകുന്നതിനാണോ ചോദിക്കുന്നത്? ഓക്കെ, അതാണ് നമ്മൾ ചോദിച്ചത്. ഓക്കെ, അതിന് ഞാൻ ആൻസർ പറഞ്ഞുതരാം. അപ്പം നമ്മുടെ സുഹൃത്തുക്കൾ ചോദിച്ച ഈ സംശയങ്ങൾക്കൊക്കെ മറുപടി പറയാം. അതോടൊപ്പം തന്നെ ഇവർ ചോദിച്ച ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ആവശ്യമുള്ളതാണ് അല്ലേ? അല്ലേ? പലപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് വരും. അതെങ്ങനെയാണ് പറയുക? അപ്പോൾ മോള് ചോദിച്ചൊരു കാര്യം, നല്ലൊരു ക്വസ്റ്റ്യനാണ് മോള് ചോദിച്ചത്. ഇപ്പം നമ്മൾ ഫിംഗേഴ്സൊക്കെ ഡോർ അടയ്ക്കുമ്പോൾ കുടുങ്ങി പോവുക. അപ്പോൾ ഇതിനൊക്കെ ഞാൻ ഇങ്ങനെയുള്ള ഈ എല്ലാ കാര്യങ്ങൾക്കുമുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഞാനൊരു കോൺവെർസേഷന് ഇവരെ കാണിച്ചിട്ടുണ്ട്. അഭിനവ് കണ്ടിരുന്നില്ല, നമ്മൾ സ്ക്രീനിൽ കണ്ടിരുന്നോ? ഈ കോൺവെർസേഷൻ ഞാൻ ആദ്യം പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഈ സംഭവങ്ങൾ പറയാം. ഇതും ഒരു ക്ലിനിക്കിൽ പോകുന്നതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ വഴി ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിനോടനുബന്ധമായ കാര്യം പറയാം. കുറച്ച് ലെങ്ത് ഉള്ള ഇതുണ്ട്. കാരണം ലെങ്ത്ത് വളരെ കുറച്ച് നമ്മൾ ഷോർട്ടായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ വിശദമായ കാര്യങ്ങൾ പറയാൻ പറ്റുക. മാത്രമല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ടു തീരുമ്പോഴത്തേക്കും ഈ ഒരു ഐഡിയ ഏകദേശം നിങ്ങളുടെ മൈൻഡിൽ സെറ്റായിരിക്കണം. അതേപോലെ തന്നെ ഒരു 4-5 തവണയെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ ഇത്രയും ഐഡിയ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ക്ലിയർ ആവും. ഒരാളോടും പിന്നെ ഈ കാര്യത്തിൽ സംശയം ചോദിക്കേണ്ടി വരില്ല. ആ രീതിയിലേക്ക് മാറ്റണം എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വിശദമായി എടുക്കുന്നത്. നിങ്ങൾ ചില ആളുകൾക്കൊക്കെ നന്നായി അറിയുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ബോറടിച്ചേക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. അതെല്ലാം നമ്മളിതിലൂടെ ക്ലിയറായി പറയുന്നുണ്ട്. അപ്പോൾ ക്ഷമയോടുകൂടി നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് കാണുക. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ലേണിംഗ് ഇംഗ്ലീഷ് ഈസ് ലൈക്ക് എ പ്ലാന്റിങ് എ ട്രീ എന്ന് പറയാം. ഒരു വൃക്ഷം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സീഡ്, ഒരു വിത്ത് എടുത്ത് നടുന്നത് പോലെയാണ് സ്പോക്കൺ ഇംഗ്ലീഷ് എന്നാണ് പറയാം. അഭിനവ്? യെസ് സർ. അതെ, നമ്മളൊരു വിത്ത് എടുത്തിട്ട് നടില്ലേ? അപ്പോൾ അതിന് അറ്റ് ഫസ്റ്റ് ഇറ്റ്സ് ജസ്റ്റ് എ സ്മോൾ സീഡാണ് അല്ലേ? ഒരു ചെറിയ വിത്താണ് നമുക്ക് ഒരു മരം എന്ന് പറയുന്നത് ആദ്യം അല്ലേ? പിന്നെ നിങ്ങളതിനെ യു വാട്ടറേറ്റ് ഡെയിലി വിത്ത് പ്രാക്ടീസ്. അതായത് നമ്മൾ എല്ലാ ദിവസവും വെള്ളം നനയ്ക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ പ്രാക്ടീസ്. ഓക്കെ, ലേണിംഗ് ഇംഗ്ലീഷും, അതായത് ഇംഗ്ലീഷ് പഠിക്കുന്നതും ഒരു വൃക്ഷത്തൈ വരുന്നതും നമുക്ക് ഏകദേശം ഒരേപോലെ നമുക്ക് കമ്പയർ ചെയ്യാം. സൺലൈറ്റ് വിത്ത് കോൺഫിഡൻസ്, അതായത് ആ ട്രീക്ക് കിട്ടുന്ന സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കുമ്പോൾ കിട്ടുന്ന കോൺഫിഡൻസ് ആണ്. അതേപോലെ നമ്മുടെ പേഷ്യൻസ് ആസ് ഇറ്റ്സ് റൂട്ട്സ് ഗ്രോ. അതായത് ഈ മരത്തിൻ്റെ തൈ നട്ടാൽ, മോളെ ഇന്ന് നട്ടാൽ നാളെ ആകുമ്പോഴത്തേക്കും വലിയ വേര് വരുമോ? ഇല്ല. മോളങ്ങനെ ചെടി നട്ടിട്ട് എപ്പോഴെങ്കിലും അങ്ങനെ പിഴുത്ത് നോക്കിയിട്ടുണ്ടോ വേര് വലുതുണ്ടോന്ന്? നോക്കിയിട്ടില്ലേ? പല കുട്ടികളും ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ ചെറുപ്പത്തിൽ. ഇന്ന് നട്ട് നാളെ നോക്കും, അതിന് റൂട്ട്സ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ക്ഷമ കുറവാണ് അല്ലേ? അപ്പം നമ്മൾ ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞാൽ അതിന് സമയം എടുക്കും. നമ്മൾ 1 by 1 ആയിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് പഠിച്ചു പോകണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്,
പേഷ്യൻസ് ആസ് ഇറ്റ്സ് റൂട്ട്സ് ഗ്രോ. നമ്മൾ അതിൻ്റെ റൂട്ട് വളർന്നു വരുന്നത് പോലെയാണ്. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചുള്ള അവരുടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് പറ്റുന്നത്. മിസ്റ്റേക്ക് പറ്റുമ്പോൾ അഭിനവന് ടെൻഷൻ തോന്നാറുണ്ടോ? പിന്നെ ഇല്ലേ? പോയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. തോന്നാറില്ലേ? അതെ. പക്ഷേ യഥാർത്ഥത്തിൽ മിസ്റ്റേക്സ് ആർ നോട്ട് എ ഫെയിലിയേഴ്സ്. ദേ ആർ ലൈക്ക് ദ വിൻഡ് വിത്ത് ദം ദാറ്റ് മേക്സ് ദ ട്രീ സ്ട്രോങ്ങർ. ഒരു മരത്തിന് നമ്മൾ കാറ്റടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കില്ല അയ്യോ കാറ്റടിച്ചാൽ മരം എല്ലാം കൂടെ അടർന്ന് വീഴുന്നില്ല. കാറ്റടിക്കുമ്പോൾ മരത്തെ നമ്മളിങ്ങനെ ഷെയ്ക്ക് ചെയ്യും, ഇളക്കുമ്പോൾ വേരെന്ത് ചെയ്യുന്നറിയോ? പിന്നെ അതിനെതിരെ ശക്തമായി മണ്ണിനടിയിലേക്ക് വളർന്നു വന്ന് ശക്തമായി പവർഫുള്ളായി സ്ട്രോങ് ആയിട്ട് വരും. ഓക്കെ. അതേപോലെ തന്നെയാണ് നമുക്കിതിലെ വാക്കുകളും ഐഡിയകളും ഒക്കെ നമ്മൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ കൂടുതൽ സ്ട്രോങ് ആവും. സ്പീക്ക് വിത്തൗട്ട് ഫിയർ, ലേൺ വിത്ത് എക്സൈറ്റ്മെൻറ്റ്. രസകരമായി എനർജറ്റിക് ആയിട്ടും പഠിക്കുക. അല്ലെ അയ്യോ ഞാനിത് ഇംഗ്ലീഷ് പഠിക്കുകയാണ്, ഇനി കുറേ നേരത്തെ നമുക്കിനി സ്ട്രോങ് ആയിട്ട് ഇരുന്ന് പഠിക്കണം. പഠനം എന്നുള്ള ചിന്ത നിങ്ങൾ വിട്ടേക്ക്. റിലാക്സ് ചെയ്ത്, ചിലപ്പോൾ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ് ഇത് കേട്ടുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ വീട്ടിലുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഫുഡൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടോ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ കേൾക്കുക, തിരിച്ച് പറയാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അങ്ങനെ ചെയ്താൽ one day you will stand tall, speaking fluently and confidently. Keep going, your English journey is just beginning. It's me, your close friend Surya Dhanesh. You are listening Brilliant English. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ കോൺവെർസേഷനിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരാളോട് വഴി ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് ഏതാ ക്ലിനിക്ക് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നൊരു സ്വാഭാവികമായിട്ട് ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാല് ഒരു സ്ഥലത്ത് വെച്ച് കുത്തി അല്ലെങ്കിൽ കാലുളുക്കി എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് അല്ല ഇവിടെ അടുത്ത് ഏതാ ക്ലിനിക്ക് ഉള്ളത് എന്നാണ് ചോദിക്കേണ്ടത്. അപ്പം നമുക്കൊരാളോടൊരു കാര്യം ചോദിക്കണമെങ്കിൽ ആദ്യം മലയാളത്തിൽ നമ്മൾ പലപ്പോഴും മലയാളത്തിൽ ചിലപ്പോൾ ഒന്നും പറയാറില്ല. നമ്മൾ ചിലപ്പോൾ ഹലോ ശു ഹോ ഹോ ഹീ എന്നൊക്കെ നമ്മൾ വിളിക്കും. അങ്ങനെയൊന്നും വിളിക്കരുത്. നമ്മൾ ശരിക്കും അങ്ങനെയൊക്കെ വിളിക്കുന്നത് മോശമാണ്. ഒരാളെ കൂയി എന്നൊക്കെ വിളിക്കുന്നത് വളരെ മോശമാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇംഗ്ലീഷിലാണെങ്കിൽ സിമ്പിളായിട്ട് പറയുന്നൊരു രീതിയാണ് എക്സ്ക്യൂസ് മീ. എന്താ പറയുക? എക്സ്ക്യൂസ് മീ. ശ്രദ്ധിക്കുക, എക്സ്ക്യൂസ് മീ എന്നാണെങ്കിലും പറയുമ്പോൾ നമ്മൾ സ്ക്യൂസ് മീ എന്ന് പറയും. സ്ക്യൂസ് ആദ്യം എസ് പറയാം. എങ്ങനെ പറയും മോളെ? ആദ്യം എസ് പറയും, എസ്. പിന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂ ഇല്ലേ, ക്യൂ നിൽക്കുക എന്ന് പറയില്ലേ? എസ് ക്യൂ, സ്ക്യൂ എന്ന് പറഞ്ഞേക്കേ, സ്ക്യൂ. എസും ക്യൂവും കൂടെ ഒരുമിച്ച് പറഞ്ഞേക്കേ, സ്ക്യൂ. പറയൂ അഭിനവ്. സ്ക്യൂസ്. എസും കൂടെ ചേർത്തേ, സ്ക്യൂസ്. സ്ക്യൂസ് മീ. പറഞ്ഞു നോക്കി മോളെ, സ്ക്യൂസ് മീ. Excuse me. Yeah, excuse me. പറഞ്ഞേ. Excuse me. Yeah. എഞ്ചലീന, excuse me. Excuse me. അതാ ഇങ്ങനെ നമ്മൾ ഒരാളോട് ചോദിച്ചാൽ ഉറപ്പായിട്ട് അയാൾ യെസ് എന്താ ഞാൻ ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കും. ഓക്കെ. ഇനി അതല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകുമ്പോഴത്തേക്കും എന്തായാലും അവർ നിങ്ങളൊന്നും ശ്രദ്ധിക്കാതിരിക്കില്ല. എന്തെങ്കിലും രീതിയിൽ ഉറപ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കും. അപ്പോൾ ആ രീതിയിൽ ചെയ്യുള്ളൂ. അല്ലാതെ ജസ്റ്റ് ആരോടെങ്കിലും വഴി എന്തെങ്കിലും ചോദിക്കുന്നുണ്ട് ഹലോ ഹൂയ് ഹൂയ് എന്നൊന്നും ചോദിക്കരുത്. എക്സ്ക്യൂസ് മീ, ഹേ എക്സ്ക്യൂസ് മീ, ഹലോ എക്സ്ക്യൂസ് മീ എന്ന് ചോദിക്കാം. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിച്ചോളൂ, ഇവിടെ അടുത്ത ഏതാ ക്ലിനിക്ക് ഉള്ളത് എന്നാണ് ചോദിക്കേണ്ടത്. പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ മലയാളത്തിൽ പറഞ്ഞ വാചകം അല്ലെങ്കിൽ അത് അതേപോലെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യല്ല വേണ്ടത്, ആശയത്തെയാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ചിലപ്പോൾ തോന്നും അയ്യോ ഇതിങ്ങനെ വരുമ്പോൾ ഈ വാക്ക് ഇവിടെ ഇല്ലല്ലോ, മലയാളത്തിൽ ഇങ്ങനെ വാക്ക് വന്നപ്പോൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഇല്ലല്ലോ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. മലയാളത്തിലുള്ള അതേപോലെ അല്ല ഇംഗ്ലീഷ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതേത് ഭാഷയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഇവിടെ ഉണ്ടോ, ഇവിടെ അടുത്ത് ഏതാ ഒരു ക്ലിനിക്ക് ഉള്ളത് എന്നൊക്കെ ചോദിക്കണമെങ്കിൽ ഈസ് ദെയർ എന്നാദ്യം പറയാം. ഈസ് ദെയർ എ ക്ലിനിക് നിയർ ബൈ. ഇത് ഞാൻ ആദ്യം ഒന്ന് നിങ്ങളെ കേൾപ്പിച്ചു തരാം, ശ്രദ്ധിച്ചോളൂ. കറക്റ്റായിട്ട് ഉച്ചാരണം എങ്ങനെയാണ് പറയേണ്ടത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. കേട്ടോളൂ കേട്ടോ. Hey, excuse me. Is there a clinic nearby? ഉണ്ടോ? Hey, excuse me. Is there a clinic nearby? ഒന്നുകൂടി കേട്ടോളൂ. Hey, excuse me. Is there a clinic nearby? ശ്രദ്ധിച്ചോ? ഇസ് ദെയർ എ ക്ലിനിക്, ഇസ് ദെയർ എ ക്ലിനിക്, ഇസ് ദെയർ എ. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ വിചാരിക്കുമോ അയ്യോ ഈ ഉച്ചാരണമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതൊക്കെ എങ്ങനെ പഠിക്കുക എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾക്ക് എക്സ്ക്യൂസ് മീ കിട്ടിയില്ലേ? യെസ്. ഇനി ഈസ് ദെയർ എന്നുള്ളതിൻ്റെ ഷോർട്ടായിട്ട് പറയുന്ന രീതി, ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ മലയാളത്തിൽ കാണണം കേട്ടോ മോളെ. എഞ്ചലീന, ഇസ്ദറ എന്ന് പറഞ്ഞേക്ക്, ഇസ്ദറ ഇസ്ന്ന് മലയാളത്തിൽ എഴുതില്ലേ, ഇസ്ദറ എന്ന് പറഞ്ഞേക്ക്. ഇസ്ദർ എന്നൊക്കെ പറയും പോലെ, ഈസ്റ്റർ എന്നൊക്കെ പറയാം പോലെ. ഇസ്ദറ എന്നൊന്ന് പറഞ്ഞ മോളെ. ഇസ്ദറ ഒന്ന് പറഞ്ഞേക്ക് അഭിനവ്. ഇസ്ദറ എന്ന് പറഞ്ഞാൽ ഈസ് ദെയർ എന്നുള്ളതിന്റെ ഷോർട്ടാണ് ഇസ് ദെയർ എ ക്ലിനിക് നിയർ ബൈ. Is there a clinic nearby? Clinic. Is there a clinic nearby? Nearby എന്ന് പറയരുത്, nearby. നമ്മൾ
ബായ് എന്നൊക്കെ പറയില്ലേ, ഹലോ ബായ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ നിയ ബൈ അല്ലെ ടാറ്റ ബായ് എന്ന് പറയില്ല നമ്മളെ. അപ്പോൾ അതിലെ ബൈ, നിയ ബൈ, ഒരുമിച്ച് ചോദിക്കുക നിയ ബൈ. പറഞ്ഞ ഏഞ്ചലീന. ആ പറഞ്ഞ ബായ് എന്നായി പോയത് ബൈ, നിയ ബൈ. ഏഞ്ചലീന മോള് പറയൂ. നിയ ബൈ. ഈസ് ദർ എ ക്ലിനിക് നിയർ ബൈ? പറഞ്ഞു നോക്കൂ. Is there a clinic nearby? യെസ് പറഞ്ഞു നോക്കൂ അഭിനവ്. Is there a clinic nearby? ഇനി ഇങ്ങനെ ചോദിക്കണം, ഹേ എക്സ്ക്യൂസ് മീ, ഈസ് ദർ എ ക്ലിനിക് നിയർ ബൈ? ആരാ പറയുന്നത് ആദ്യം? ഏഞ്ചലീന പറയൂ. Hey, excuse me, is there a clinic nearby? യെസ് വെരി ഗുഡ്. ഓക്കെ ദെൻ പറയൂ അഭിനവ്. Hey, excuse me, is there a clinic nearby? യെസ് നിയർ ബൈ എന്നല്ല, നിയർ ബൈ. Nearby. ബൈ ഓക്കെ. Nearby? യെസ് ഈസ് ദർ എ. ഈസ് ദർ എ എന്ന് പറഞ്ഞാൽ കറക്റ്റ് കേട്ടോ. ഈസ് ദർ നമ്മൾ എപ്പോഴും മലയാളികൾ ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇംഗ്ലീഷിൻ്റെ ലെറ്ററുകളിൽ ശ്രദ്ധിച്ചു കളയും. അതാണ് ദർ, ക്ലിനിക്, നിയർ ബൈ, അത് വേണ്ട. ഈസ് ദർ എ ക്ലിനിക് നിയർ ബൈ. Is there a clinic nearby? നിയർ ബൈ വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഇതൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ പഠിക്കുന്നു, ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് അല്ലാതെയും പറയാം. പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കാൻ നല്ല ഭംഗിയായിരിക്കും കേൾക്കാൻ കേട്ടോ. Okay. ഇനി ഇതേ സെൻറ്റൻസ് തന്നെ വേറെ രീതിയിൽ ചോദിക്കാം. നമുക്ക് പലപ്പോഴും ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടുത്തെ ATM ഒക്കെ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ATM ഉണ്ടോ എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചോദിക്കേണ്ടി വരാറില്ലേ? ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചിട്ട് വരണ്ട. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ATM ഉണ്ടോ? ATM അല്ല, ആക്ച്വലി ഇറ്റ്സ് കോൾഡ് ATM. ATM പറഞ്ഞു നോക്കൂ. ATM. അത് അങ്ങനെയാണ് ചോദിച്ചേ. ഇവിടെ അടുത്ത് ഏതെങ്കിലും ATM ഉണ്ടോ എന്ന് ചോദിക്കൂ. Is there a ATM nearby? Is there a ATM nearby? ഓക്കെ, അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കൂ. ഏഞ്ചലിന് മോള് ചോദിക്കുക എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പെട്രോൾ പമ്പ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. Is there a petrol pump nearby? യെസ്, പെട്രോൾ പമ്പ് ഇല്ല മോളെ. Okay. പം എന്ന് പറഞ്ഞാൽ തന്നെ ഓക്കെയാണേ. അതായത് നമ്മൾ പ്ലംബർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയല്ല, പ്ലംബർ. എന്താണ്? പ്ലംബർ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പ്ലംബർ എന്നല്ല, പ്ലംബർ എന്ന് പറയാം. അപ്പം നമ്മൾ ചോദിക്കും, അയ്യോ പ്ലംബർ എന്നുള്ളതിന് പ്ലംബർ എന്ന് പറഞ്ഞാൽ മതിയെന്ന് തോന്നും, പക്ഷേ പ്ലംബർ. ഓക്കെ, അതുപോലെ പമ്പ് എന്നില്ല, പെട്രോൾ പമ്പ്. ഒന്ന് പറഞ്ഞു നോക്കൂ. Petrol pump? യെസ്, ഈ പെട്രോൾ പമ്പ് എന്നല്ല എല്ലായിടത്തും പറയാം. വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലത്തും ഗ്യാസ് സ്റ്റേഷൻ എന്നാണ് പറയുക. ഗ്യാസ് സ്റ്റേഷൻ ശരിക്കും പെട്രോൾ ഗ്യാസ് ആണ് അല്ലേ? ആ വേയി പോകില്ലേ തുറന്നു വെച്ചാൽ അഭിനവ്? അഭിനവ് അങ്ങനെ തുറന്നു നോക്കാറുണ്ടോ? ഇല്ല. നല്ല വിലയല്ലേ? നല്ല വിലയാണ്. ഓക്കെ, അപ്പോൾ ഗ്യാസ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഗ്യാസ് സ്റ്റേഷൻ ഉണ്ടോ എന്ന് അങ്ങനെ ചോദിക്കും. Is there a gas station nearby? ഇനി എഞ്ചിമോൾ പറയേണ്ടത് ബുക്ക് സ്റ്റോൾ. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ബുക്ക് സ്റ്റോൾ ഉണ്ടോ? ഹലോ എക്സ്ക്യൂസ് മീ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ബുക്ക് സ്റ്റോൾ ഉണ്ടോ? ബുക്ക് സ്റ്റാൾ അല്ല, ബുക്ക് സ്റ്റോൾ. Hello, excuse me, is there a bookstall nearby? Hey, excuse me, is there a bookstall nearby? Super, very good. അപ്പോൾ ഈ ഒരു ഐഡിയ കിട്ടിയാലോ? Yes sir. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഇത് ഞങ്ങളുടെ കൂടെ തന്നെ പറഞ്ഞു പോകണം കേട്ടോ. കേൾക്കുക, ഉറക്കെ പറയുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മറ്റ് സുഹൃത്തുക്കൾ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരല്പം ഗ്യാപ്പ് ഇട്ടിട്ട് പറഞ്ഞു കേട്ടോ. എഞ്ചലീന ആൻഡ് അഭിനവ്. ഓക്കെ കേട്ടോ, മോളെ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. സോ ഇനി നമുക്ക് പറയാനുള്ളത്, ഇവിടെ അടുത്ത് ഒരു അമ്പലത്തിൻ്റെ അടുത്തുണ്ട്. ഇവിടെ അമ്പലത്തിൻ്റെ അടുത്ത് ഓർമ്മയുണ്ട്. അതായത് ഇവിടെ ചോദിച്ചാൽ എന്താ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ക്ലിനിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ അടുത്ത് അമ്പലത്തിൻ്റെ അടുത്തൊരു ക്ലിനിക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കണ്ടേ? അത് കേട്ടോളൂ. ആദ്യം ഞാൻ അതിൻ്റെ വോയിസ് ഒന്ന് കേൾപ്പിച്ചു തരാം, ശ്രദ്ധിച്ചോളൂ. Yeah, there's one near the temple. ശ്രദ്ധിച്ചോ? ഒന്നുകൂടി കേട്ടോളൂ. Yeah, there's one near the temple. Yeah, there is one near the temple. Yeah, there is one near the temple. There is one. അവിടെ ഒരെണ്ണം ഉണ്ട്. നിയർ ദ ടെമ്പിൾ. ആ ടെമ്പിളിൻ്റെ അടുത്ത്, ആ അമ്പലത്തിൻ്റെ അടുത്ത് ഒരെണ്ണം ഉണ്ട്. Yeah, there is one. There is one എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ ഒരെണ്ണമുണ്ട്. നിയർ ദ ടെമ്പിൾ, ടെമ്പിളിനടുത്ത്. അതാണ് നമ്മൾ മലയാളം പറയുമ്പോൾ അതേ ഓർഡറിലല്ല വരുന്നത്, ശ്രദ്ധിക്കുക. There is one near the temple. ആ ടെമ്പിളിനടുത്ത് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പറഞ്ഞു നോക്കി, ഈ സെൻറ്റൻസ് ഒന്ന് പറഞ്ഞാൽ. Yeah, there is one. ഇപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഒരെണ്ണമുണ്ട് എന്നാണ് പറയേണ്ടത്. ഓക്കെ, ആ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഒരെണ്ണമുണ്ട് എന്ന് പറഞ്ഞു നോക്കി. എങ്ങനെയായിരിക്കും പറയാം? Yeah, there is one near the railway station. Railway station. Yeah, there is one near the railway station. എഞ്ചലീന എങ്ങനെ പറയും? Yeah, there is one near the railway station. Railway station. Good. ബാങ്കിൻ്റെ അടുത്ത് ഓർമ്മയുണ്ട്. അവിടെ ആ ബാങ്കിൻ്റെ അടുത്തുണ്ട്. Yeah, പറയും. എങ്ങനെ പറയും? Yeah, there is one near the bank. Yeah, there is one near the bank. നമ്മൾ കൂളായിട്ട് ഒരാൾ ചോദിക്കുകയാണ്,
ഓക്കെ. ഹേ എക്സ്ക്യൂസ് മീ, ഈസ് യുവർ എ ക്ലിനിക് നിയർ ബൈ? യാ, ദർ ഇസ് വൺ നിയർ ദ ബാങ്ക്. ഓക്കെ, ആ ബാങ്കിൻ്റെ അടുത്ത് പറഞ്ഞുണ്ട്. ഇനി നമ്മുടെ സുഹൃത്തുക്കൾ പറയട്ടെ കേട്ടോ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പറയട്ടെ, അവിടെ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് പറഞ്ഞുണ്ട്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തുണ്ട്. ശരിക്കും പറയുമ്പോൾ പോസ്റ്റ് ഓഫീസ് എന്നാണ് പറയുക. എങ്ങനെ പറയുക അഭിനവ്? പോസ്റ്റ് ഓഫീസ്. ഓഫീസ് അല്ല, ഓഫീസ്. പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസ് ഒന്ന് പറഞ്ഞു നോക്കിയേ. പോസ്റ്റ് ഓഫീസ്. ഓക്കെ, നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടാവും. വെരി ഗുഡ്. ഇനി പറഞ്ഞോളൂ, അഭിനവ് പറയാം. Yeah, there is one near the post office. Yeah, there is one near the post office. ഒന്ന് പറഞ്ഞു നോക്കൂ. Yeah, there is one near the post office. Yeah, there is one എന്ന് പറയരുത്. There is one. There is എന്നുള്ള ഒരുമിച്ച് വരുമ്പോൾ there is one. പറഞ്ഞു നോക്കിയേ. Yeah, there is one. There is one near the post office. Near the temple, near the post office. Near എന്ന് വേണ്ട, near the. അപ്പോൾ ഇനിയിപ്പോൾ എന്ന് വരുന്ന ഒഴിവാക്കിയിട്ട് near the temple. There is one near the temple. Near the temple. There is one near the post office. സിവിൽ സ്റ്റേഷൻ്റെ അടുത്ത് ഒരെണ്ണമുണ്ട്. എങ്ങനെ പറയും ഏഞ്ചലീന? Yeah, there's one near the civil station. സിവിൽ സ്റ്റേഷൻ. ഓക്കെ, there is one near the civil station. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഞാൻ ഒറ്റ ഓർമ്മയോട് ചോദിക്കാം, മാർക്കറ്റിൻ്റെ അടുത്ത് ഒരെണ്ണമുണ്ട് എന്ന് തോന്നുന്നു. നമ്മുടെ സുഹൃത്തുക്കളൊന്ന് പറയാം, മാർക്കറ്റിൻ്റെ അടുത്ത് ഒരെണ്ണമുണ്ട്. ഓക്കെ, എങ്ങനെയായിരിക്കും അഭിനവ് പറയാം? Yeah, there's one near the market. യെസ്, ഇത് തന്നെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞെന്ന് തോന്നുന്നു. വെരി ഗുഡ്. ഓക്കെ, യെസ്. അപ്പോൾ പറയാണ്, അത് ശരി, ഇവിടെ അങ്ങോട്ട് എത്ര ദൂരമുണ്ട്? അത് ശരി, അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എത്ര ദൂരമുണ്ട്? നമ്മൾ ചോദിക്കില്ലേ സ്വാഭാവികമായിട്ടും. അപ്പോൾ അതാണ് നമുക്ക് അടുത്ത് ചോദിക്കാനുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എത്ര ദൂരമുണ്ട് എന്നാണ്. ഒന്ന് കേട്ടോളൂ എങ്ങനെ ചോദിക്കാമെന്ന്. ആദ്യം ഞാൻ അതിൻ്റെ റിയൽ ആയിട്ടുള്ള ഉച്ചാരണം കേൾപ്പിച്ചു തരാം. Oh great. How far is it? എന്താ പറയുന്നത് കേട്ടോളൂ. Oh great. How far is it? Oh great. How far is it? Oh great. ഇത് മഹത്തായ കാര്യമാണെന്നാണ് അഭിനവ് പറഞ്ഞത്. തോന്നില്ല. അങ്ങനെയല്ല, ഇത് ഇത്രയേ ഉള്ളൂ സംഭവം. ഓ ഗ്രേറ്റ്. അത് നമുക്കൊരു കാര്യം പറഞ്ഞു തന്നില്ല, നമ്മൾ തിരിച്ചങ്ങോട്ടേക്ക് ഒരു അപ്രീസിയേഷൻ കൊടുക്കണം അല്ലേ. നമുക്കൊരാളൊരു ഇൻഫർമേഷൻ ഓക്കെ നമ്മൾ മലയാളത്തിൽ പറയാം അത് ശരി, ഓക്കെ അങ്ങനെയാണല്ലേ, അതെ അല്ലേ, ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ വേറൊരു രീതിയാണ് അതെ വലിയ ഉപകാരം, അങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ ഒരു വേറെ സംഭവം തിരിച്ചു കൊടുക്കുന്നതാണ് ഓ ഗ്രേറ്റ്. അങ്ങോട്ട് എത്ര ദൂരമുണ്ട്? ഹൗ ഫാർ ഇസ് ഇറ്റ്? ഹൗ ഫാർ ദൂരം. ഹൗ ഫാർ എന്നിങ്ങനെ എടുത്തു പറയാതെ ഹൗ ഫാർ ഈസ് ഇറ്റ്, ഹൗ ഫാർ ഈസ് ഇറ്റ്. ഇത് ഷോർട്ടായി ചെയ്ത് പറയുന്നതാണ്. ഹൗ ഫാർ ഈസ് ഇറ്റ് ഷോർട്ട്. ഹൗ ഫാർ നമ്മൾ ഒരുമിച്ച് പറയുമ്പം ഹൗ ഫാർ ഇസ് ഇറ്റ്, ഹൗ ഫാർ ഇസ് ഇറ്റ്. സിറ്റ് എന്ന് പറയില്ല, നമ്മൾ ഇരിക്കുക എന്ന് പറയില്ലേ, അതേപോലെയാണ് ഈ സിറ്റ് എന്നുള്ളത് സിറ്റ്. ഹൗ ഫാർ ഈസ് ഇറ്റ്, ഹൗ ഫാർ സിറ്റ് എന്ന് ഒരുമിച്ച് പറഞ്ഞു നോക്കിയാൽ ഹൗ ഫാർ ഈസ് ഇറ്റ്. ഹൗ ഫാർ ഇസ് ഇറ്റ് ഉണ്ടാവും. പറഞ്ഞു നോക്കിയാൽ ഏഞ്ചലീന, ഹൗ ഫാർ ഈസ് ഇറ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ട് പറയുന്നതാണ് ഹൗ ഫാർ ഈസ് ഇറ്റ്, ഹൗ ഫാർ ഈസ് ഇറ്റ്. How far is it? കറക്റ്റ്. ഹൗ ഫാർ ഈസ് ഇറ്റ്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയണം കേട്ടോ. എൻ്റെ കൂടെ ഒരുമിച്ച് പറഞ്ഞാലേ നമുക്കിതുകൊണ്ട് ഗുണമുണ്ടാവുള്ളൂ. ഓ ഗ്രേറ്റ്, ഹൗ ഫാർ ഈസ് ഇറ്റ്, ഹൗ ഫാർ ഈസ് ഇറ്റ്. ഒരുമിച്ച് പറഞ്ഞേ. ഓ ഗ്രേറ്റ്, ഹൗ ഫാർ ഈസ് ഇറ്റ്. യാ, ഓ ഗ്രേറ്റ്, ഹൗ ഫാർ ഈസ് ഇറ്റ്. നമ്മൾ ഓഡിയൻസ് ഒന്ന് ഒരുമിച്ച് പറഞ്ഞു നോക്കുക. ഓ ഗ്രേറ്റ്, ഹൗ ഫാർ ഈസ് ഇറ്റ്, ഹൗ ഫാർ ഈസ് ഇറ്റ്. ഒരുമിച്ച് പറഞ്ഞു നോക്കുക ഏഞ്ചലീന. Oh great, how far is it? കറക്റ്റ്. ഇത്രയുള്ളൂ സംഭവം. നമ്മളിത് ഓരോന്ന് പറയുമ്പോൾ തെറ്റിപ്പോകുന്നതിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പറയാം, പക്ഷേ എങ്കിലും ലൗഡായിട്ട് പറഞ്ഞ് പഠിക്കണം. എങ്കിലാണ് നമുക്ക് നല്ല ഉച്ചാരണം ഉണ്ടാവുക. ഇത്രയും നിങ്ങൾ ആലോചിക്കുക. ഒരു ഉച്ചാരണം കുറച്ചൊരു ഭംഗിയിൽ പറഞ്ഞാൽ കേൾക്കാനൊരു നമുക്കൊരു കോൺഫിഡൻറ്റ് കൂടും. കേൾക്കുന്നവർക്ക് കൊള്ളാലോ, അടിപൊളിയാണല്ലോ എന്ന് തോന്നും. ഓക്കെ. അപ്പോൾ പറയാണ് ഇവിടെ നിന്നൊരു 5 മിനിറ്റ് നടന്നാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ എത്ര ഇങ്ങോട്ട് അധികം ദൂരം ഉണ്ടോയെന്ന് ചോദിച്ചു, അല്ല എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറയാണ് ഒരു 5 മിനിറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നാൽ മതി. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 5 മിനിറ്റ് നടന്നാൽ മതി. അപ്പോൾ ഒരു 5 മിനിറ്റ്, ഈ ഒരു 5 മിനിറ്റ് ഇങ്ങനെയുള്ള കാര്യമുണ്ട്. ഒരു 5 മിനിറ്റ്. അപ്പോൾ വളരെ കുറഞ്ഞത് അല്ലെ അങ്ങനെ ഒരു കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന വേർഡാണ് ജസ്റ്റ് എ 5 മിനിറ്റ്. ജസ്റ്റ് എ 5 മിനിറ്റ്. ഒന്ന് കേൾക്കാൻ നമുക്ക് ആദ്യം ഉച്ചാരണം കേട്ടോളൂ. Just a 5-minute walk from here. Just a 5-minute walk from here. കേട്ടോളൂ. ജസ്റ്റ് എ 5 മിനിറ്റ്. അതാദ്യം പറയാം. ജസ്റ്റ് എ 5 മിനിറ്റ് വാക്ക് നടക്കുക. ഫ്രം ഹിയർ ഇവിടെ നിന്നും. ഓക്കെ.
ജസ്റ്റ് 5 minute walk from here. അപ്പോൾ ആദ്യം ജസ്റ്റ് 5 minute ഒന്ന് പറഞ്ഞ അഭിനവ്. Just a 5 minute. ജസ്റ്റ് 5 minute ഒരുമിച്ച് പറയാം കേട്ടോ. Just a 5 minute walk from here. യെസ്. ഓക്കെ ഏഞ്ചലീന ആദ്യം ജസ്റ്റ് 5 minute എന്ന് പറഞ്ഞ മോളെ. Just a 5 minutes. ജസ്റ്റ് 5 minute കണ്ടോ. 5 minute അങ്ങനെ എടുക്കുന്നില്ല. വാക്കുകൾ എപ്പോഴും ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിന് ഭംഗി ഉണ്ടാവുക. ജസ്റ്റ് 5 minute. ജസ്റ്റ് 5 minute പറഞ്ഞു നോക്കൂ. Just a 5 minute. പിന്നെ വാക്ക് ഫ്രം ഹിയർ ഒരുമിച്ച് വരുമ്പോൾ വാക്ക് ഫ്രം ഹിയർ, വാക്ക് ഫ്രം ഹിയർ, വാക്ക് ഫ്രം ഹിയർ, വാക്ക് ഫ്രം ഹിയർ. ഫ്രം എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. വാക്ക് ഫ്രം ഹിയർ ഒന്ന് പറഞ്ഞു നോക്കുക അഭിനവ്. Just a 5 minute walk from here. വാക്ക് ഫ്രം ഹിയർ. ജസ്റ്റ് 5 minutes വാക്ക് ഫ്രം ഹിയർ. Just a 5 minutes walk from here. ഏഞ്ചലീന ഒന്ന് പറഞ്ഞു നോക്കൂ. Just a 5 minute walk from here. അതാണ് അവിടെ ചെറിയൊരു തടസ്സം വന്നേ കണ്ടോന്ന് പറയുമ്പോളൂ. അതേപോലെ തന്നെ എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയേക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഒന്ന് നമ്മുടെ സുഹൃത്തുക്കളൊന്ന് പറഞ്ഞു നോക്കിയേ. ജസ്റ്റ് 5 minute വാക്ക് ഫ്രം ഹിയർ. ഏഞ്ചലീന പറയൂ. Just a 5 minute walk from here. ദാറ്റ്സ് ഗുഡ്. വെരി നൈസ്. ഓക്കെ ഇനി ജസ്റ്റ് ഒരു 2 മിനിറ്റ് നടന്നാൽ മതി. ജസ്റ്റ് 2 മിനിറ്റ് നടന്നാൽ മതി എന്നൊക്കെ എങ്ങനെ ഇപ്പം 5 മിനിറ്റ് എന്ന് പറയുന്നത് 2 മിനിറ്റ് എങ്ങനെ പറയാം അഭിനവ്? Just a 2 minute walk from here. വെരി ഗുഡ്. ദെൻ എഞ്ചലീന 1 മിനിറ്റ് നടന്നാൽ മതി. ഇപ്പം അത്ര അടുത്തുള്ള സ്ഥലങ്ങളെ ഇപ്പോൾ പറയുകയാണ് 1 മിനിറ്റ് നടന്നാൽ മതി. ഇവിടുന്ന് 1 മിനിറ്റ് അങ്ങ് നടന്നാൽ മതി. Just a 1 minute walk from here. ഈ 1 മിനിറ്റ് എന്ന് വേണ്ട നമ്മൾ അതിന് വരും ജസ്റ്റ് എ മിനിറ്റ്. ജസ്റ്റ് എ മിനിറ്റ്. ജസ്റ്റ് എ മിനിറ്റ് വാക്ക് ഫ്രം ഹിയർ. ജസ്റ്റ് എ മിനിറ്റ് എന്ത് പറയും മോളെ? Just a minute. ജസ്റ്റ് എ മിനിറ്റ്. 1 മിനിറ്റ് കേട്ടോ. ജസ്റ്റ് എ മിനിറ്റ്. നമ്മളിപ്പോൾ ഡോക്ടർ ഉള്ളിലുണ്ടോ? ജസ്റ്റ് എ മിനിറ്റ് ഒന്ന് നോക്കട്ടെ. ജസ്റ്റ് എ മിനിറ്റ് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്ന് പറയുന്നതിൻ്റെ സിമ്പിൾ വേ ആണ് ജസ്റ്റ് എ മിനിറ്റ്. അതേപോലെ തന്നെയാണ് ഇവിടെ ജസ്റ്റ് എ മിനിറ്റ് വാക്ക് ഫ്രം ഹിയർ. പറഞ്ഞു നോക്കൂ. Just a minute walk from here. വാക്ക് ഫ്രം ഹിയർ, വാക്ക് ഫ്രം ഹിയർ, വാക്ക് ഫ്രം ഹിയർ. ഓക്കെ Okay. യാ. ഇനി അടുത്ത് ചോദിക്കുകയാണ്. അത് ഓക്കെ ഇവിടുന്ന് അങ്ങോട്ട് 5 മിനിറ്റ് നടക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അവരെ കറക്റ്റ് കാണണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചോദിക്കുകയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുമോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതെങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് കേട്ടോളൂ ആദ്യം. Is it easy to find? Is it easy to find? കേട്ടോളൂ. Is it easy to find? Is it easy to find? ഒന്നുകൂടി ശ്രദ്ധിച്ചോ. Is it. Is it എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് is it. Easy. ഇത് ഈസി ആണോ? To find കണ്ടെത്താൻ. Is it easy to find? കേട്ടോളൂ. Is it easy to find? അവിടെ ശ്രദ്ധിച്ചോ. Is it easy? Is it easy to find? Is it easy to find? Is it easy to find? Is it easy? Is it easy? അപ്പോൾ is it easy? Is it easy? എന്ന് പറഞ്ഞു നോക്കിയേ അഭിനവ്. Is it easy to find? Is it easy എന്ന് പറഞ്ഞു നോക്കിയേ. ടി സി ഇല്ലേ? ടി സി നമ്മളെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ടി സി കിട്ടില്ലേ? അപ്പോൾ is it easy അങ്ങനെ പറഞ്ഞു നോക്കിയാൽ എളുപ്പമായിരിക്കും. Is it easy to find? Is it easy? Is it easy? Easy TC എന്ന് പറഞ്ഞു നോക്കിയേ. Is it easy? Easy TC. Easy TC. Easy TC. നമ്മൾ ഇംഗ്ലീഷ് ലെറ്റർ ഉണ്ടല്ലോ ഏഞ്ചലീന, അതിലെ ഈസി ടി സി ഒരുമിച്ച് പറഞ്ഞു നോക്കിയാൽ ഈസി ടി സി. Easy easy. അത് പറയുമ്പോൾ is it easy to find? Easy TC to find. ഉണ്ടോ. നമ്മൾ ഇതൊക്കെ നമ്മളെ എളുപ്പവഴിക്ക് വേണ്ടി നമ്മളേതായ രീതിയിൽ പറയുന്നതാണ്. ഇത് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ മനസ്സിൽ അങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഉച്ചാരണം മനസ്സിലാക്കാൻ വേണ്ടി. Is it easy to find? പറഞ്ഞു നോക്കിയോ. Is it easy to find? To find. Find എന്ന് പറഞ്ഞാൽ കണ്ടെത്താൻ ഭയങ്കര എളുപ്പമാണോ അതോ ബുദ്ധിമുട്ടാണോ വഴി അങ്ങോട്ട് പ്രയാസമുള്ളതാണോ എന്നൊക്കെ ചോദിക്കാനാണ്. Is it easy to find? ഓക്കെ. Okay. ഒന്നുകൂടി വേണേൽ പറയണോ? ഒന്നുകൂടെ. പറഞ്ഞു നോക്കൂ. ഒന്ന് അഭിനവ് ഒന്ന് പറയാം. Is it easy to find? റൈറ്റ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് പറയുകയാണ്. അവിടെ അടുത്തൊരു ടീ ഷോപ്പുണ്ട്. ആ ടീ ഷോപ്പിൻ്റെ അടുത്താണ്, അല്ലെങ്കിൽ ആ ടീ ഷോപ്പിൻ്റെ അടുത്താണ്. ഓക്കെ. Okay. അവിടെ ടീ ഷോപ്പ് അത്യാവശ്യം ഫേമസ് ആയിരിക്കും. അതുകൊണ്ടാണല്ലോ ടീ ഷോപ്പിൻ്റെ അടുത്താന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ ടീ ഷോപ്പിൻ്റെ അടുത്താണെന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. Yeah, it's next to the tea shop. Yeah, it's next to the tea shop. Yeah, it's next to the tea shop. ഒന്ന് ശ്രദ്ധിക്കണേ. കേട്ടോളൂ. Yeah, it's next to the tea shop. Yeah, it's next to the tea shop. Yeah. അതെ. ഇറ്റ്സ് അത് നെക്സ്റ്റ് ടു ദ ടീ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ടീ ഷോപ്പിൻ്റെ അടുത്തുനിന്ന്, അല്ലാതെ നിയർ ദ ടീ ഷോപ്പ് നല്ല സാധാരണ സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഇറ്റ് ഈസ് നിയർ എന്നൊന്നും അങ്ങനെയൊന്നും വലിച്ചു നീട്ടി പറയണ്ട. നെക്സ്റ്റ്
ടു ദ ടീ ഷോപ്പ്. ആ ടീ ഷോപ്പ് കഴിയുകയും അടുത്തതാണ് നമ്മൾ പറയില്ലേ, എങ്ങനെ പറയില്ലേ? ടീ ഷോപ്പിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ടീ ഷോപ്പ് കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത് വരുന്നു, അതാണ്. ഓക്കെ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞ അതേ വാക്ക് പിടിക്കരുത്. ഇറ്റ്സ് നെക്സ്റ്റ് ടു ദ ടീ ഷോപ്പ്. ആ ടീ ഷോപ്പ് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ളത്, അതാണ്. ഇറ്റ്സ് നെക്സ്റ്റ് ടു ദ ടീ ഷോപ്പ്. അപ്പോൾ ഒരുമിച്ച് വരുമ്പോൾ Yeah, it's next to the tea shop. യാ ഇറ്റ്സ് നെക്സ്റ്റ് ടു ദ ടീ ഷോപ്പ്. യാ ഇറ്റ്സ് നെക്സ്റ്റ് എന്ന് പറയുന്ന പോലെയാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. Yeah, it's next to the tea shop. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് അധികം കൊടുക്കണം. നെക്സ്റ്റ്. ഇറ്റ്സ് നെക്സ്റ്റ് ടു ദ ടീ ഷോപ്പ്. നെക്സ്റ്റ് ടു എന്നുള്ളതിന് ഒരുമിച്ച് പറയാം. നെക്സ്റ്റ് ടു എന്ന് വേണ്ട, നെക്സ്റ്റ് ടു ദ ടീ ഷോപ്പ്. യാ ഇറ്റ്സ് നെക്സ്റ്റ് ടു ദ ടീ ഷോപ്പ്. പറഞ്ഞു നോക്കിയേ. Yeah, it's next to the tea shop. ആ അപ്പോൾ യാ എന്ന് പറഞ്ഞാൽ അതേ എന്നുള്ള അർത്ഥത്തിലായി. അതെ, അത് ടീ ഷോപ്പിൻ്റെ തൊട്ടടുത്താണ്. ഓക്കെ. യാ ഇറ്റ്സ് നെക്സ്റ്റ് ടു ദ ടീ ഷോപ്പ്. ഏഞ്ചലീന, യു ക്യാൻ ട്രൈ. Yeah, it's next to the tea shop. ഒന്നുകൂടി പറഞ്ഞു മോളെ. Yeah, it's next to the tea shop. ഇത് ചിലപ്പോൾ ആ നെക്സ്റ്റ് ഇതിലൂടെ ഒരു കൺഫ്യൂഷൻ വന്നേക്കാം. യാ ഇറ്റ്സ് നെക്സ്റ്റ് ടു ദ ടീ ഷോപ്പ് എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. ഇറ്റ്സ് നമ്മളങ്ങനെ ആലോചിച്ച് പറയില്ല, അത് ഈ ടീ ഷോപ്പില്ല അതിൻ്റെ തൊട്ടപ്പുറത്ത്, അങ്ങനെ പറയില്ലേ? ഓക്കെ. അതേപോലെ നമ്മൾ എങ്ങനെയാണ് ഒരാൾക്ക് സംസാരിക്കുന്ന രീതി, അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ആ ഒരു സ്പേസ് നമുക്ക് വേണമെങ്കിൽ പറയാം. പറയുന്ന സമയത്ത് ആ സെൻറ്റൻസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഇടാം. ഓക്കെ. യാ ഇറ്റ്സ് നെക്സ്റ്റ് ടു ദ ടീ ഷോപ്പ്. ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കേ. Yeah, it's next to the tea shop. നമ്മളെ അവിടെ ഇറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ഗ്യാപ്പ് ഇടാം. നമ്മളിങ്ങനെ ചൂണ്ടിക്കാണിച്ചു, അതാ ടീ ഷോപ്പില്ല അതിൻ്റെ തൊട്ടപ്പുറത്ത്. ഓക്കെ. യാ ഇറ്റ്സ് നെക്സ്റ്റ് ടു ദ ടീ ഷോപ്പ്. യാ ഇറ്റ്സ് നെക്സ്റ്റ് ടു ദ ടീ ഷോപ്പ്. Yeah, it's next to the tea shop. ടീ ഷോപ്പ്. ഓക്കെ, പറഞ്ഞു നോക്കുക അഭിനവേ. Yeah, it's next to the tea shop. യാ ഇറ്റ്സ് നെക്സ്റ്റ് ടു ദ ടീ ഷോപ്പ്. ഇറ്റ്സ് നെക്സ്റ്റ് ടു ദ ടീ ഷോപ്പ്. ഓക്കെ. Okay. നമ്മുടെ സുഹൃത്തുക്കൾക്ക് അത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, റിപ്പീറ്റ് ചെയ്താൽ മതി. നമുക്കൊരു കാര്യം ചെയ്യാം, വലിച്ചു നീട്ടി പറഞ്ഞു പോവാതെ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അടുത്തേക്ക് പറയാം. Okay. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് രണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ. Okay. അപ്പോൾ അഭിനവന് ക്യാരക്ടർ എ ആണോ ബി ആണോ വേണ്ടത്? ഏതായാലും മതി. കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അഭിനവ് ക്യാരക്ടർ എ എടുത്തോളൂ. ഓക്കെ. പറയാം, സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിവിടെ ടെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ. കാണുന്നുണ്ടോ? എഞ്ചിമോളെ കാണുന്നുണ്ടോ? എഞ്ചലീന കാണാവോ? ടെക്സ്റ്റ് കാണാവോ? ഇപ്പോൾ കാണാവോ? Okay. കാണുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ മോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ടെക്സ്റ്റ് നോക്കിയിട്ട് ക്യാരക്ടർ മോള് ബി ആണ് എടുക്കുന്നത് കേട്ടോ. ക്യാരക്ടർ ബി ആണ് മോള് പറയേണ്ടത്. ഓക്കെ. ക്യാരക്ടർ ബി ആണ് പറയേണ്ടത് കേട്ടോ. അപ്പോൾ അത് ആ രീതിയിൽ പറയാം. ക്യാരക്ടർ എ, ക്യാരക്ടർ ബി. ഓക്കെ. Okay. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അഭിനവന് സ്റ്റാർട്ട് ചെയ്യാം. Hey, excuse me. Is there a clinic nearby? Yeah, there's one near the temple. Oh, great. How far is it? Just a 5-minute walk from here. Is it easy to find? Yeah, it's next to the tea shop. വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, ഇനി നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടേ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ ആൻസർ പറയണം. അല്ലേ, അവർ ആൻസർ പറയട്ടെ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റാളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ക്യാരക്ടർ എ ആവാം, ബി ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ പറയട്ടെ. ഹേ എക്സ്ക്യൂസ് മീ, ഈസ് യുവർ എ ക്ലിനിക് നിയർ ബൈ? നിങ്ങൾ ആൻസർ പറയാം. ക്യാരക്ടർ ബി ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ പറയാം. ഓ ഗ്രേറ്റ്, ഹൗ ഫാർ ഈസ് ഇറ്റ്? അപ്പോൾ നിങ്ങൾ ആൻസർ പറയാം. ഈസ് ഇറ്റ് ഈസി ടു ഫൈൻഡ്? വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. ഇതേപോലെ ഞാൻ നിങ്ങൾ ക്യാരക്ടർ ബി ആയിട്ട് ഇതേപോലെ ആൻസർ പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കുള്ള പ്രാക്ടീസുകൾ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഇതേപോലെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയായിട്ട് ഇതേപോലെ ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ വീഡിയോകളൊക്കെ നിങ്ങൾ നല്ല ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ അവരിങ്ങോട്ട് തിരിച്ച് പറയുമ്പോൾ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു നോക്കാം. അടുത്ത് നമുക്ക് അതിൻ്റെ തുടർച്ച ചെയ്യാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ താഴെ ടൈപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇവിടെ അടുത്ത്, ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ അടുത്ത് ഏതെങ്കിലും ATM ഉണ്ടോ, അതുപോലെ തന്നെ ക്ലിനിക്ക് ഇവിടെ അടുത്ത് എവിടെയാണെന്ന് ചോദിച്ചത്. അതേപോലെ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പോൾ ഞാൻ ചോദിച്ചല്ലോ ഈസ് ദെയർ എ ക്ലിനിക് നിയർ ബൈ എന്ന്. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സെൻറ്റൻസ് ഇപ്പോൾ താഴെ വീഡിയോ പോസ് ചെയ്തിട്ട് താഴെ ടൈപ്പ് ചെയ്യാം. കാരണം നമ്മുടെ ബ്രെയിനിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളൊരു കാര്യം ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ബ്രെയിനിലേക്ക് അത് പതിയും. വീഡിയോ നിർത്തുക, എന്നിട്ട് താഴെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം ഇവിടെ അടുത്തുണ്ട്. ഇപ്പോൾ നമുക്ക് ATM ഇവിടെ അടുത്തുണ്ടോ എന്ന് ചോദിക്കാം. എന്താ പറയുക, സൂപ്പർ മാർക്കറ്റ് ഇവിടെ അടുത്തുണ്ടോ എന്ന് ചോദിക്കാം. ബുക്ക് സ്റ്റോൾ അല്ലെങ്കിൽ പെട്രോൾ പമ്പ്, എന്തും നിങ്ങൾക്ക് ഇവിടെ അടുത്തുണ്ടോ എന്ന് താഴെ ടൈപ്പ് ചെയ്യാം. ഈസ് ദെയർ എ ക്ലിനിക് നിയർ ബൈ എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റൻസ് ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്രെയിനിലത് പതിയും. അതിന് ആൻസറായിട്ട് നിങ്ങൾക്ക് പറയാം, യെസ് ദർ ഈസ് എൻ ക്ലിനിക് നിയർ ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റൻസ് ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്രെയിനിലത് പതിയും. അതിന് ആൻസറായിട്ട് നിങ്ങൾക്ക് പറയാം, യെസ് ദർ ഈസ് എ ക്ലിനിക് നിയർ ബൈ. അപ്പോൾ നമ്മുടെ ബ്രെയിനിലത് പതിയും.
ദർ ഇസ് വൺ നിയർ ദ ടെമ്പിൾ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അടുത്താന്ന് പറയാം, സിവിൽ സ്റ്റേഷൻ അടുത്താന്ന് പറയാം, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിന് അടുത്താന്ന് പറയാം, ഒക്കെ പറയാം. ഈ ഒരു 2 സെൻറ്റൻസ് എല്ലാവരും താഴെ ടൈപ്പ് ചെയ്തിടണം കേട്ടോ. അതിനുശേഷം നമുക്ക് അതിൻ്റെ തുടർച്ചയ്ക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ തുടർച്ച പോവാം. അഭിനവ്, ഏഞ്ചലീന. ആ, അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് നെക്സ്റ്റ് ടു ദ ടീ ഷോപ്പ് എന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താന്ന് എങ്ങനെ പറയും? നെക്സ്റ്റ് ടു ദ ടീ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ടീ ഷോപ്പ് കഴിഞ്ഞിട്ട് അടുത്താന്ന് പറഞ്ഞു അല്ലേ? യെസ്. അതുപോലെ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ പോയിട്ട് ആ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് അവിടെയാണ്, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയും? It's next to the bus stand. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ അടുത്താന്ന് എങ്ങനെ പറയാം അഭിനവ്? It's next to the police station. ഇറ്റ്സ് നെക്സ്റ്റ് ടു ദ പോലീസ് സ്റ്റേഷൻ. ഓക്കെ, മാർക്കറ്റിൻ്റെ തൊട്ടടുത്താ, മാർക്കറ്റ് കഴിയാൻ അങ്ങോട്ട് ചെന്നാൽ മതി. എങ്ങനെ പറയും? It's next to the market. ഇറ്റ്സ് നെക്സ്റ്റ് ടു ദ മാർക്കറ്റ്. മാർക്കറ്റ് അല്ല, മാർക്കറ്റ്. Market. മാർക്കറ്റ്. ഓക്കെ, Okay. യെസ്, ആ രീതിയിൽ ട്രൈ ചെയ്യാം. അപ്പോൾ ചോദിക്കുകയാണ്, അവിടെ ENT ഡോക്ടർ ഉണ്ടോ? അപ്പോൾ ഇയാൾക്ക് ENT തന്നെയാണ് കാണിക്കേണ്ടത്. ഓക്കെ, Okay. ഇയർ നോസ് ത്രോട്ട്, അതായത് നമ്മുടെ തൊണ്ടവേദന, ചെവി വേദന, ഒക്കെ ത്രോട്ടിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ള, അതുപോലെ തന്നെ നോസിൻ്റെയൊക്കെ പ്രശ്നമുള്ള ആളുകളിലെ അതിന് വേണ്ടിയിട്ട് ആണ് ENT ഡോക്ടറാണ് ഇയാൾ കാണിക്കേണ്ടത്. അപ്പോൾ അവിടെ ENT ഡോക്ടർ ഇവിടെ ഉണ്ടോ, അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവിടെ ENT ഡോക്ടർ ഉണ്ടോ എന്ന് സ്വാഭാവികമായിട്ട് അയാൾ സംശയം ചോദിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കേട്ടോളൂ. Do they have an ENT doctor? ഡു ദേ ഹാവ് എൻ ENT ഡോക്ടർ? ശ്രദ്ധിച്ചോ, ഡു ദേ ഹാവ്, അവിടെ ഉണ്ടോ, ഡു ദേ ഹാവ്, അവർക്കുണ്ടോ എന്നുള്ളതല്ല, അവിടെ ആ ഹോസ്പിറ്റലിൽ ENT ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിക്കുന്ന രീതി കേട്ടോ. ഒന്നുകൂടി കേട്ടോ. Do they have an ENT doctor? ഡു ദേ ഹാവ് എൻ ENT ഡോക്ടർ. ശരിക്കും ഡു ദേ ഹാവ് ആൻ ENT ഡോക്ടർ എന്നാണ് പറയുമ്പോൾ. ഡു ദേ ഹാവ് എൻ, ശരിക്കും ഹെവൻ എന്ന് പറയില്ലേ അഭിനവ്? Yes. അത് പറഞ്ഞു നോക്കി, കറക്റ്റ് ആയിരിക്കും. ഡു ദേ ഹാവ് എൻ ENT ഡോക്ടർ? Do they have an? ഹാവ് എന്നുള്ളതിൻ്റെ ഷോർട്ടായിട്ട് വേണേൽ ഹെവൻ എന്ന് പറയാം. ഹെവൻ. ഡു ദേ ഹാവ് എൻ ENT ഡോക്ടർ? പറഞ്ഞു നോക്കിയേ. Do they have an ENT doctor? മോളെ മനസ്സിലായോ ഞാൻ ഉദ്ദേശിച്ചത്? ഇപ്പോൾ ഹെവൻ, നമ്മൾ സ്വർഗം എന്ന് പറയില്ലേ, ഹെവൻ. ഈ ഹെവൻ എന്ന് പറയുമ്പോഴാണ് ഹാവ് ആൻ എന്നുള്ളത് ഒരുമിച്ച് പറയുമ്പോൾ ഏകദേശം അതേപോലെ തോന്നും. ഡു ദേ എന്നുള്ളതിന് ഡു ദേ എങ്ങനെ പറയും മോളെ? Do they ഹാവ് എൻ ENT ഡോക്ടർ? പറഞ്ഞു നോക്കിയേ. Do they have an ENT doctor? യെസ്, ഹാവൻ. ശരിക്കും ഹെവൻ അല്ലെങ്കിൽ ഹാവൻ എന്ന് പറയുന്ന ഒരു ഫീലാണ് വരും ഉച്ചാരണത്തിൽ. ഡു ദേ ഹാവ് എൻ ENT ഡോക്ടർ? ഡു ദേ ഹാവ് ആൻ. ശരിക്കും ഇങ്ങനെ വാക്കുകൾ ചേർത്ത് വെച്ച് തന്നെ നമ്മൾ പഠിക്കണം. ഒന്ന് പറഞ്ഞു നോക്കൂ അഭിനവ്. Do they have an ENT doctor? അതുപോലെ കുട്ടികളെയൊക്കെ നമ്മൾ നോക്കുന്ന ഡോക്ടർ ആണെങ്കിൽ പീഡിയാട്രീഷ്യൻ എന്ന് പറയും. പീഡിയാട്രീഷ്യൻ. അതുപോലെ തന്നെ ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം മോളെ? നമ്മുടെ സ്കിന്നൊക്കെ ഇല്ലേ, സ്കിന്നിന് സംബന്ധമായ അലർജി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയാം. Okay. അപ്പോൾ അവിടെ ഡെർമറ്റോളജിസ്റ്റ് ഉണ്ടോ എന്ന് അങ്ങനെ ചോദിക്കും മോളെ? Do they have a dermatologist? ഹാവൻ എന്ന് പറയുമോ അന്നേരം? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. Haven't. ഹാവൻ അവിടെ പറയില്ല. ഡെർമറ്റോളജിസ്റ്റിന് മുമ്പ് ENT എന്ന് പറയുന്നതുകൊണ്ടാണ് ആൻ ENT ഡോക്ടർ എന്ന് പറഞ്ഞത്. Okay. അതേസമയം ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഡെർമറ്റോളജിസ്റ്റ് എന്ന് മതി. Okay. അപ്പോൾ ഡു ദേ ഹാവ് എ ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. Do they have a dermatologist? യെസ്. അതുപോലെ നമുക്ക് ഈ കണ്ണ് നോക്കുന്ന ആളെ നമ്മൾ എന്ത് പറയും? ഐ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയാറില്ലേ? പക്ഷെ ശരിക്കും കറക്റ്റായിട്ട് പറയേണ്ടത് ഒഫ്താൽമോളജിസ്റ്റ് എന്നാണ്. ഒഫ്താൽമോളജിസ്റ്റ് എന്ത് പറയും? Ophthalmologist. ഒഫ്താൽമോളജിസ്റ്റ്. ഓക്കെ, അയ്യോ, എന്താ പറയും മോളെ? Ophthalmologist. ഓഫ് എന്ന് പറയുന്നു, പിന്നെ താൽ എന്ന് പറയുന്നു. ഓഫ്താൽമോളജിസ്റ്റ്. ഓഫ് താല് മോളജിസ്റ്റ്. ഓഫ് താല് മോളജിസ്റ്റ്. ഒഫ്താൽമോളജിസ്റ്റ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ്, അവിടെ ENT ഡോക്ടർ ഉണ്ടോ? ഒന്നുകൂടി ചോദിക്കൂ. Do they have an ENT doctor? Haven. Do they have an ENT doctor? Yeah, do they have an ENT doctor? Angelina, once again repeat that. Do they have an ENT doctor? Very good, super. Okay. എനിക്ക് തോന്നുന്നു, പക്ഷേ നിങ്ങളൊന്ന് ആദ്യം ഒന്ന് വിളിച്ച് നോക്ക്. അങ്ങനെ പറയല്ലേ? എനിക്ക് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, ഒന്ന് വിളിച്ച് നോക്ക് കേട്ടോ. ഇങ്ങനെയാണ് പറയേണ്ടത്. ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ പറയേണ്ടതാണ് അല്ലേ? അഭിനവേ പറയാറില്ലേ? ആരെങ്കിലും വഴി ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും പറയാണ് അവിടെ ഇന്ന ഡോക്ടർ ഉണ്ടോ, അല്ല ഇന്ന ആൾ അവിടെ ഉണ്ടോ, അല്ല നമ്മുടെ അയാൾ അവിടെ ഉണ്ടോ, അവർ വീട്ടിലുണ്ടോ, ഞാൻ അവരെ ഒന്ന് കാണാൻ വേണ്ടി വന്ന, എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു, വിളിച്ചു നോക്കിയേ എന്ന് പറയില്ലേ? അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു എന്ന് പറയാൻ I think so. കേട്ടോളൂ. I think so, but better call first.
ഒന്നുകൂടി ശ്രദ്ധിച്ചോ. ഐ തിങ്ക് സോ എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയറായി കേട്ടും, ബാക്കി കേട്ടുള്ളൂ. I think so, but better call first. കേട്ടോ, ഐ തിങ്ക് സോ ബട്ട് ബെറ്റർ കോൾ ഫസ്റ്റ് എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ബട്ട് ബെറ്റർ കോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മതിയോ? അതങ്ങനെ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചോ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഐ തിങ്ക് സോ, എനിക്കങ്ങനെ തോന്നുന്നു. ഐ തിങ്ക് സോ, ഐ തിങ്ക് സോ. എങ്ങനെ പറയും ഏഞ്ചലീന? I think so. ഐ തിങ്ക് സോ. തിങ്ക് താ അധികം കൊടുക്കണ്ട, വെറും സോഫ്റ്റ് താ. ഐ തിങ്ക് സോ. ശരിക്കും ഞാൻ പറയാറുണ്ട്, ഈ തിങ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ദാ അല്ലേ, ദയ എന്ന് പറയുന്ന ദാ പറഞ്ഞു നോക്കിയേ. ഐ തിങ്ക് സോ സോഫ്റ്റ് ആയിരിക്കും. I പറഞ്ഞു think നോക്കിയേ. so. I think so. ഐ തിങ്ക് സോ. എങ്ങനെ പറയും അഭിനവ്? I think so. ഐ തിങ്ക് സോ. പിന്നെ പറഞ്ഞു കേട്ടോ, But better call first. ബെറ്റർ, ബെറ്റർ കേട്ടോ. But better call first. എടാ ബട്ട് ബെറ്റർ കോൾ ഫസ്റ്റ് എന്നാണോ? ബെറ്റർ, ബെറ്റർ, ബട്ട് എന്നുള്ളതിന് ബെറ്റർ. But better call first. ബട്ട് എന്ന് ഇതിന് എടുത്ത് പറയാൻ പാടില്ല. ബട്ട് ബെറ്റർ കോൾ ഫാസ്റ്റ്. ബട്ട് ബെറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുമ്പോൾ ബെറ്റർ എന്ന് പറഞ്ഞാൽ ബെറ്റർ. But better. ബെറ്റർ കോൾ ഫാസ്റ്റ്. ബെറ്റർ പറഞ്ഞു നോക്കിയേ. But better call first. അതാ ഞാൻ ഇതിൻ്റെ ഒരു ഐഡിയ മാത്രമാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ബട്ട് എന്നുള്ളത് എടുത്ത് പറയുന്നതല്ല, ബെറ്റർ. ബട്ട് ബെറ്റർ എന്നാണ്. ബട്ട് ബെറ്റർ കോൾ ഫാസ്റ്റ്. ബട്ട് ബെറ്റർ കോൾ ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ സുഖം ഉണ്ടാവില്ല കേൾക്കാൻ. ബെറ്റർ കോൾ ഫാസ്റ്റ്. But better call first. ബെറ്റർ കോൾ ഫാസ്റ്റ്. ബെറ്റർ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ നല്ലതാണ് ബബ് എന്നുള്ള ആ ഒരു സംഭവം കൊടുക്കുമ്പോൾ ബട്ട് എന്നുള്ളതിന് ഷോർട്ടായി ബെറ്റർ കോൾ ഫാസ്റ്റ് എന്നുള്ളതിന് ബെറ്റർ കോൾ ഫാസ്റ്റ്. Okay. ഐ തിങ്ക് സോ ബെറ്റർ കോൾ ഫാസ്റ്റ്. I think so, but better call first. യെസ്. ഇനി ടാന്ന് നിങ്ങൾക്ക് പറയാൻ അങ്ങനെ അതിങ്ങനെ പറയണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ടാ ഉപയോഗിക്കാം. ബട്ട് ബെറ്റർ കോൾ ഫാസ്റ്റ്. ബട്ട് ബെറ്റർ പറഞ്ഞു നോക്കിയേ. But better. ആ ബട്ട് ബെറ്റർ കോൾ But ഫാസ്റ്റ്. better. യെസ്. ഐ തിങ്ക് സോ ബട്ട് ബെറ്റർ കോൾ ഫാസ്റ്റ്. I think so, but better call first. യെസ്. ബട്ട് ബെറ്റർ കോൾ ഫാസ്റ്റ്. ഏഞ്ചലീന? I think so, but better call first. യെസ്. ഞാൻ ഇത്രയും തവണ റിപ്പീറ്റ് ചെയ്യുന്ന വേറൊന്നിനും വേണ്ടിയിട്ടല്ല, നിങ്ങൾ ഉച്ചാരണം കൂടി കുറച്ചുകൂടി നന്നാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ കൂടെ പറഞ്ഞു പഠിക്കുക. അപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് സെറ്റായി വരും. അതിന് വേണ്ടിയിട്ടാണ്. പലർക്കും ഒരു തവണ വീഡിയോ കണ്ടിട്ട് വീണ്ടും ചിലപ്പോൾ കാണാൻ കുറച്ചൊരു മടിയുണ്ടാവും. അപ്പം ഇങ്ങനെ പഠിച്ചു പോയാൽ ഒരു തവണ കാണുമ്പോൾ തന്നെ ഏകദേശം ഐഡിയ കിട്ടും. ഒരു 2-3 തവണ ആകുമ്പോഴത്തേക്കും അത് ഓക്കെ ആയിരിക്കും, നല്ല ക്ലിയർ ആവും. അതിന് വേണ്ടിയാണ് കേട്ടോ. ഇനി ചോദിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അവിടുത്തെ സമയം എപ്പോഴാണെന്നൊക്കെ അറിയാവോ? എപ്പോഴൊക്കെ ഡോക്ടേഴ്സ് ഉണ്ടാവുക, അങ്ങനെ സമയം എപ്പോഴാണെന്നൊക്കെ അറിയുമോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർ ചോദിക്കുന്നതാണ് അവിടുത്തെ സമയം അറിയാവോ, അവിടെ എങ്ങനെയാണ് സമയം എന്നുള്ളതിനാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കേട്ടോളൂ. Do you know their timings? Do you know their timings? Do you know their timings? Do you know? നിങ്ങൾക്കറിയാമോ? Do you know? എങ്ങനെ പറയും ഏഞ്ചലീന? Do you know? Do you know their timings? എങ്ങനെ പറയും? Do you know their timings? അപ്പോൾ do you know എന്നുള്ളത് കേട്ടോ. Do you know their timings? Do you know പറഞ്ഞു നോക്കേ. Do you know? ഓക്കെ, അഭിനവ്? Do you know? Do you know എന്നിട്ട് പറയാം അഭിനവ്. Do you know? അപ്പോൾ do you എന്നുള്ളത് ഷോർട്ടായിട്ട് വരികയാണ്. Do you know their timings? Do you know their timings? Timings കേട്ടോളൂ. Do you know their timings? Do you know their timings? Their ഇല്ല, their. Do you know their timings? Their timings. ദയ എന്ന് പറഞ്ഞില്ലേ, ദയുള്ള ആളെന്നൊക്കെ പറയില്ലേ. അപ്പോൾ their timings പറഞ്ഞു നോക്കിയേ. Do you know their timings? ഒന്നുകൂടി പറഞ്ഞു മോനെ. Do you know their timings? Do you know their timings? Do you know their timings? Very good. Super. Angelina? Do you know their timings? Do you know their timings? Okay? അപ്പോൾ നിങ്ങൾക്ക് അവരുടെ സമയം എപ്പോഴാണെന്ന് അറിയോ? അപ്പോൾ പറയാണ്, അയ്യോ എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷെ അവർ രാവിലെ നേരത്തെ തുറക്കാറുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. Okay. അപ്പോൾ ഉറപ്പില്ലാത്തൊരു കാര്യത്തിന് ഇത്രയും പറഞ്ഞാൽ മതി. അതെന്താണെന്ന് കേട്ടോളൂ. Not sure, but they open early. Not sure. എനിക്ക് ഉറപ്പില്ല കേട്ടോ. Not sure. കേട്ടോളൂ. Not sure, but they open early. But they open early. Not sure, but they open early. But അല്ല, but. Ta തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട്. But they open early. Not sure, but they open early. Open early. പേളി എന്നൊക്കെ പറയും പോലെയാണ് early. Okay? Yes. Not sure, but they open early. You can try again. Not sure, but they open early. Yes. Not sure, but they open early. നമ്മൾ പറയുന്ന വാക്കിനൊരു ഫീൽ കൊടുത്താൽ നമ്മൾ സംസാരിക്കുന്നത് പോലെ തന്നെ റിയൽ ഫീൽ കിട്ടും. നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നില്ല. കേൾക്കാൻ ആളുകൾക്ക് നല്ലൊരു രസം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അവർ നോട്ട് ഷുവർ, എനിക്ക് ഉറപ്പില്ല, പക്ഷേ ബട്ട് ദേ ഓപ്പൺ ഏർലി, അവർ നേരത്തെ തുറക്കാറുണ്ട്. അതാണ് ഓപ്പൺ ഏർലി. Okay. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയാണ്,
അവർ രാവിലെ തുറക്കാറുണ്ടെന്നാണെങ്കിൽ നമുക്ക് അത് മാറ്റിയിട്ട് ബട്ട് ദേ ഓപ്പൺ ഇൻ ദ മോർണിംഗ്. നോട്ട് ഷുവർ ബട്ട് ദേ ഓപ്പൺ ഇൻ ദ മോർണിംഗ്. അവർ രാവിലെ തുറക്കാറുണ്ട്. നോട്ട് ഷുവർ എനിക്ക് ഉറപ്പില്ല, പക്ഷെ അവർ രാവിലെ തുറക്കാറുണ്ട്. എങ്ങനെ പറയും മോളെ? Not sure, but they open in the morning. ഓപ്പൺ ഇൻ ദ മോർണിംഗ്, ഓപ്പൺ ഇൻ ദ മോർണിംഗ്, ഓപ്പൺ ഇൻ ദ മോർണിംഗ്. Not sure, but they open in the morning. യെസ്. അതേപോലെ തന്നെ ഈവനിങ് പറയാം. ഈവനിങ് എങ്ങനെ പറയും അഭിനവ്? Not sure, but they open in the evening. ഓപ്പൺ ഇൻ Open in. ദ ഈവനിങ്. ഈവനിങ് Open in the evening. ഈവനിങ് അല്ല, ഈവനിങ്. Evening. ആ. Not sure, but they open in the evening. യെസ്. നോട്ട് ഷുവർ ബട്ട് ദേ ഓപ്പൺ ഇൻ ദ ഈവനിങ്. Not sure, but they open in the evening. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിലോ ഏഞ്ചലീന? Not sure, but they open in the afternoon. Afternoon. Not sure but they open in the afternoon. Okay? Not sure, but they open in the afternoon. Very good. അപ്പോൾ ആ ഒരു ഐഡിയ കിട്ടിയല്ലോ. യെസ്, നമ്മുടെ സുഹൃത്തുക്കൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതാണ് ഞാൻ പറയാൻ പോകുന്നത്. അടുത്തത് പറയുന്നത് ശ്രദ്ധിച്ചു, എന്നിട്ട് ശേഷം ഞാനത് പറയാം. എന്താ പറഞ്ഞതെന്ന് നിങ്ങൾ ചോദിക്കട്ടെ കേട്ടോ. Can I just walk in? ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. എഞ്ചലീന മോള് കേൾക്കുന്നുണ്ടല്ലോ? Yes. Can I just walk in? വാക്കിംഗ് എന്നല്ലേ പറയുന്നത്? വാക്കിംഗ് എന്ന് പറഞ്ഞാൽ നടക്കാന്നല്ലേ മോളെ? അതെ. അല്ലേ? ക്യാൻ ഐ ജസ്റ്റ് വാക്ക് ഇൻ? ഞാൻ ഉള്ളിലേക്ക് നടക്കട്ടെ എന്നാണോ അഭിനവേ? അങ്ങനെ തോന്നുന്നില്ല. അല്ല, അതായത് നമ്മൾ പറയില്ലേ, നമ്മൾ രണ്ട് രീതിയിൽ ഒരു സ്ഥലത്ത് പോകും. ഒന്നേ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട്, അതായത് സാർ എനിക്ക് ഇന്ന സമയത്ത് കാണിക്കുക, സാർ അവിടെ എപ്പോഴാണ് അവിടെ ടൈം നോക്കിയിട്ട് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് പോയി കാണിക്കില്ലേ? അപ്പോൾ അതാണ് ബുക്ക് ചെയ്യുന്നത്, അപ്പോയിൻമെൻറ്റ് എടുത്ത് പോകുന്നത്. അപ്പോയിൻമെൻറ്റ് ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ജസ്റ്റ് ചെന്നിട്ട് അന്നേരം പോയി കാണിക്കില്ലേ? അതിനാണ് വാക്ക് ഇൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരിട്ട് പോയിട്ട് നമ്മൾ നേരെ അങ്ങ് പോയാൽ മതിയോ എന്ന് ചോദിക്കില്ലേ? ഇതാ സംഭവം. നമ്മൾ മലയാളത്തിൽ പറയില്ലേ, ഞാൻ നേരെ പോയാൽ മതിയോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ബുക്ക് ചെയ്യണമല്ലോ, ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല എന്ന് ചോദിക്കില്ലേ? ഈ ഒരു ഫീലിംഗ് വരുന്ന സെൻറ്റൻസ് ആണ് ക്യാൻ ഐ ജസ്റ്റ് വാക്ക് ഇൻ. ക്യാൻ ഐ ജസ്റ്റ് വാക്ക് ഇൻ. വാക്ക് ഇൻ, വാക്ക് എന്നുള്ള അതില്ല, ശ്രദ്ധിച്ചോളൂ, കേട്ടോളൂ. Can I just walk in? Can I just walk in? Can I just walk in? ജസ്റ്റ് എന്നുള്ള ടൈം ഒഴിവാക്കി. ശ്രദ്ധിച്ചോ? Can I just walk in? ആണോ? ജസ്റ്റ് എന്നുള്ള ട് കേൾക്കുന്നുണ്ടോ? ഇല്ല, ജസ്റ്റ് എന്നേ ഉള്ളൂ. Can I just walking? Just walking. ശരിക്കും വാക്കിംഗ് എന്ന് നമ്മൾ കേൾക്കുന്നത് പോലെയാണ് പറയുന്നത്, പക്ഷേ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. വാക്ക് ഇൻ. ഓക്കെ, Can I just walk in? Can I just walk in? വാക്കിംഗ്. അപ്പോൾ വാക്കിൻ എന്നല്ലോ കേട്ടോ, വാക്കിൻ. Can I just walk in? വാക്കിൻ. ഓക്കെ, പറഞ്ഞു നോക്കുക ഏഞ്ചലീന. Can I just walk in? Can I just walk in? ഒന്നുകൂടി പറയും മോളെ. Can I just walk in? Can I just walk in? Very good. ഓക്കെ, അപ്പോൾ പറയാണ് പക്ഷേ രാവിലെ ഭയങ്കര തിരക്ക് കുറവാട്ടോ. ഓക്കെ, പക്ഷേ രാവിലെ ഭയങ്കര തിരക്ക് കുറവാണ്. ഓക്കെ, തിരക്ക് കുറവാണെന്ന് പറയുന്നത്. അപ്പോൾ തിരക്ക് നമുക്ക് ക്രൗഡഡ് എന്ന് പറയാം അല്ലേ? ക്രൗഡ് എന്ന് പറഞ്ഞാൽ ജനത്തിരക്കല്ലേ? അതെ. തിരക്ക് കുറവിന് ലെസ് ക്രൗഡഡ്. ലെസ് പല രീതി പറയാം, ഒരു രീതിയാണ് ഞാൻ പറയുന്നത്, ലെസ് ക്രൗഡഡ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയൊന്ന് കേൾപ്പിക്കാം, എന്നിട്ട് പറയാം. Yeah, but mornings are less crowded. Yeah, but mornings are less crowded. കേട്ടോളൂ. Yeah, but mornings are less crowded. Yeah, but mornings are less crowded. ബാ കേട്ടില്ലേ? ബട്ട് ആ ബട്ട് എങ്ങനെ പറഞ്ഞു നോക്കിയേ? Yeah, but mornings are less crowded. But mornings are less crowded. കേട്ടോളൂ. Yeah, but mornings are less crowded. Yeah, but mornings are less crowded. Clear? പറഞ്ഞു നോക്കൂ. Yeah, but mornings are less crowded. Yeah, but mornings are less crowded. പറഞ്ഞു നോക്കൂ ഏഞ്ചലീന. Yeah, but mornings are less crowded. നമ്മളൊന്നുകൂടി ട്രൈ ചെയ്യാം, സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിയേ. Yeah, but morning are less crowded. മോർണിംഗ്സ്, അതായത് രാവിലെകളിൽ സാധാരണ തിരക്ക് കുറവാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പൊതുവിൽ രാവിലെകളിൽ തിരക്ക് കുറവാണ്. ബട്ട് മോർണിംഗ്സ് ആർ ലെസ് ക്രൗഡഡ്. Yeah, but mornings are less crowded. അങ്ങനെ പറയാം. നമ്മളിപ്പോൾ ആലോചിച്ച് പറയുമ്പോൾ ബട്ട് മോർണിംഗ്സ് ആർ ലെസ് ക്രൗഡഡ്. ബട്ട് മോർണിംഗ്സ് ആർ ലെസ് ക്രൗഡഡ്. ഒന്നുകൂടി പറഞ്ഞു നോക്കാം. Yeah, but mornings are less crowded. ഇപ്പോൾ മോർണിംഗ് എന്ന് പറയുന്ന നേരം വേണമെങ്കിൽ ഈവനിങ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ആഫ്റ്റർനൂൺസ് എന്ന് പറയാം. Yeah, but evenings are less crowded. ബട്ട് ഈവനിങ് അത് ഒരുമിച്ച് വരണം. ബട്ട് മോർണിംഗ്സ് ഗുഡ് മോർണിംഗ് എന്ന് പറയും പോലെ. But evenings are less crowded. But afternoons are less crowded. Yeah, but afternoons are less crowded. But okay, ഒന്ന് പറഞ്ഞു നോക്കാം അഭിനവ്. ആഫ്റ്റർനൂൺ ഈവനിങ് എന്ന് പറഞ്ഞു നോക്കാം. രണ്ടും പറയണോ? ഏതെങ്കിലും ഒന്ന് പറയാം. ഓക്കെ. Yeah, but evenings are less crowded. Yeah, but evenings are less crowded.
അതേപോലെ Yeah, but evenings are less crowded. ബട്ട് ഈവനിങ്സ് അതാണ്. But the evenings. ആ But evenings അല്ലേ? ബട്ട് ഈവനിങ് But evenings. ആ Yeah, ഈവനിങ്സ് but evenings are less crowded. ലെസ് ക്രൗഡഡ്. Yeah, but evenings are less crowded. നമുക്ക് ചില വാക്കുകളിൽ സ്ട്രെസ് കൊടുത്താലായിരിക്കും അതിന് ഭംഗിയാണ്. ലെസ് ക്രൗഡഡ് അല്ലെങ്കിൽ ലെസ് ക്രൗഡഡ്. അപ്പോൾ ആ വേർഡ് ഒന്നുകൂടി ഒന്ന് എംഫസൈസ് ചെയ്യും ചില സംഭവങ്ങളിൽ ഒന്ന് എടുത്ത് പറയാൻ നല്ലതായിരിക്കും കേട്ടോ. Okay. ഓക്കെ, ഇനി നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്. ഈ ക്ലിനിക്കിൻ്റെ പേരെന്താ? വാട്ട് ഈസ് ദ ക്ലിനിക്സ് നെയിം? ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഐ വിൽ ഷോ യു an audio. Listen it. What's the clinic's name? What's the clinic name? What's the clinic's name? വാട്ട് ഈസ് ദ ക്ലിനിക് നെയിം എന്നുള്ളതിൻ്റെ ഷോർട്ടാണ്. വാട്ട് ഈസ് എന്നുള്ളതിന് ഷോർട്ട് വാട്ട്സ്. എന്ത് പറയും? വാട്ട്സ്. എത്ര വാട്ട്സിൻ്റെ ബൾബാന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ, അതേപോലെ വാട്ട്സ് ദ ക്ലിനിക്സ് നെയിം. അപ്പോൾ ക്ലിനിക്സ് എന്നുള്ളത് ശ്രദ്ധിച്ചോ. What's the clinic's name? ക്ലിനിക്സ് എന്നുള്ളതിൻ്റെ വാട്ട്സ് ദ ക്ലിനിക്സ് നെയിം. What's the clinic's name? യെസ്, വാട്ട്സ് ആണ്. വാട്ട്സ് ദ ക്ലിനിക്സ് നെയിം. ഒന്ന് What's the കൂളായിട്ട് clinic's എടുത്ത് നോക്കിയാൽ വാട്ട്സ് ദ ക്ലിനിക്സ് നെയിം. സിമ്പിളായിട്ട് ഒന്ന് പറഞ്ഞു നോക്കിയേ. What's the clinic's name? വാട്ട്സ് What's the clinic's name? വാട്ട്സ് എന്ന് പറഞ്ഞു നോക്കിയേ. What's the clinic's name? യെസ്, ഡായാണ്. വാട്ട്സ് What's the clinic's name? വാട്ട്സ് ദ ക്ലിനിക് നെയിം. What's the clinic's name? പറയൂ അഞ്ജലീന. What's the clinic's name? യാ, കറക്റ്റ്. വാട്ട്സ് ദ ക്ലിനിക്സ് നെയിം. ക്ലിനിക്കിൻ്റെ വാട്ട്സ് ദ ക്ലിനിക്സ് നെയിം. What's the clinic's name? യെസ്, ഒരുപാട് കോംപ്ലിക്കേഷൻ തോന്നണ്ട, സിമ്പിളായിട്ട് പറയാം കേട്ടോ. വാട്ട്സ് ദ ക്ലിനിക്സ് നെയിംസ്. What's the clinic's name? ഓക്കെ, അപ്പോൾ ക്ലിനിക്കിൻ്റെ പേര് ചോദിച്ചു അല്ലേ. ഇപ്പോൾ നമുക്ക് ഹോട്ടലിൻ്റെ പേരെന്താണ്, എങ്ങനെ ചോദിക്കും? What's the hotel name? യാ, വാട്ട്സ് ദ ഹോട്ടൽസ് നെയിം. ഹോട്ടലിൻ്റെ. ക്ലിനിക്കിൻ്റെ. Okay. ഓക്കെ. Okay. അതുപോലെ തന്നെ നമുക്ക് വാട്ട്സ് ദ വേറെ എന്തെങ്കിലും ഒരു സ്ഥാപനം പറയൂ, ഇഷ്ടമുള്ള ഒരു സ്ഥാപനം പറയൂ. ഇപ്പോൾ ജ്വല്ലറീസ്. ഓക്കെ. Okay. ജ്വല്ലറീസ് നെയിം. ഓക്കെ. Okay. അപ്പോൾ പറയണ എനിക്ക് തോന്നുന്നു അത് പീപ്പിൾ ക്ലിനിക്ക് എന്നാണ് അതിനെ വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിനെ പീപ്പിൾ ക്ലിനിക്ക് എന്നാണ് വിളിക്കുന്നതെന്ന് തോന്നുന്നു. അതാണ് പറയേണ്ടത് കേട്ടോ. എനിക്ക് തോന്നുന്നു പീപ്പിൾ ക്ലിനിക്ക് എന്നാണ് അതിനെ പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതെങ്ങനെ പറയേണ്ടതാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് കേട്ടോളൂ. I think it's called People Clinic. എനിക്ക് തോന്നുന്നു. I think it's called People Clinic. കേട്ടോളൂ. I think it's called People Clinic. People Clinic. I think it's called People Clinic. I think it's called People Clinic. ഒന്ന് പറഞ്ഞു നോക്കുക അഭിനവ്. I think it's called People Clinic. Yeah. I think it's called. പറഞ്ഞു നോക്കിയേ. I think it's called People Clinic. I think it's called People Clinic. പറഞ്ഞു നോക്കുക ഏഞ്ചലീന. I think it's called People Clinic. People Clinic. കേട്ടോളൂ. I think it's called People Clinic. I think it's called People Clinic. ഒന്നുകൂടെ പറയൂ അഭിനവ്. I think it's called People Clinic. യാ, എനിക്ക് തോന്നുന്നത് മലബാർ ജ്വല്ലറി എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. എങ്ങനെ പറയും ഏഞ്ചലീന? I think it's called Malabar Jewelry. ജ്വല്ലറി അല്ല, ജ്വല്ലറി. I think it's called മലബാർ ജ്വല്ലറി. ഓക്കെ. എനിക്ക് തോന്നുന്നു അത് മദർ ഹോസ്പിറ്റൽ ആണെന്ന് എനിക്ക് തോന്നുന്നു. മദർ അല്ല, മദർ ഹോസ്പിറ്റൽ. പറഞ്ഞു നോക്കൂ അഭിനവ്. I think it's called Mother Hospital. I think it's called Mother Hospital. ഓക്കെ. Okay. എനിക്ക് തോന്നുന്നു അത് ഫ്രണ്ട്സ്. ഇപ്പം നമ്മൾ എന്താ പറയുക, ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ. അപ്പം എന്താ പറയുക, സലൂൺ അല്ല ശരിക്കും. ആക്ച്വലി ഇറ്റ്സ് കോൾഡ് സലോൺ. നമ്മൾ സലൂൺ എന്ന് പറയാറില്ലേ ഈ ഹെയർ ഡ്രസ് ചെയ്യുന്നതിന്, ജെൻസിൻ്റെ ഇതിനൊക്കെ പറയാറില്ലേ. സലൂൺ ശരിക്കും സലൂൺ അല്ല, ഇറ്റ്സ് കോൾഡ് സലോൺ. സലൂൺ SALOON എന്ന് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. പക്ഷെ അത് തെറ്റാണ്. വേണ്ടത് SALON ആണ്. പല സ്ഥലത്തും ഇങ്ങനെ സലൂൺ എന്ന് പറയാറുണ്ട്. ഇറ്റ്സ് ആക്ച്വലി കോൾഡ് സലോൺ. ഫ്രണ്ട്സ് സലോൺ. SALOON അല്ല, SALON. ഓക്കെ. ഒന്ന് പറഞ്ഞു നോക്കിയേ. എനിക്ക് തോന്നുന്നത് ഫ്രണ്ട്സ് സലോൺ എന്നാണ് അതിൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു. I think it's called Friends Salon. I think it's called Friends Salon. I think എന്ന് പറഞ്ഞാൽ ഞാൻ കരുതുന്നു ഇറ്റ്സ് കോൾഡ്, അതിനെ വിളിക്കുന്ന പേര് ഇറ്റ്സ് കോൾഡ് മദർ ഹോസ്പിറ്റൽ. ക്ലിയർ?
Okay. I think it's called Mother Hospital. യെസ്. അപ്പോൾ പിന്നെ അവർ ചോദിക്കുകയാണ്, ഈ ഡോക്ടറിൻ്റെ പേരറിയാവോ? ഡോക്ടറിൻ്റെ പേരെന്താണെന്ന് അറിയാവോ എന്നാണ് ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? ഡോക്ടറിന്റെ പേരെന്താ? ഡോക്ടറിൻ്റെ പേരെന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാവോ? ഡോക്ടർ പേര് നിങ്ങൾക്കറിയാവോ? ഒന്ന് കേൾക്കാം നമുക്ക് കേട്ടോ. Do you know the doctor's name? ഉണ്ടോ? നിങ്ങൾക്കറിയാമോ? Do you know? നമ്മൾ മുമ്പ് പറഞ്ഞ ഓർമ്മയുണ്ടോ? Do you know Do you know? the doctor's name? എന്ന് പറയും. Do you know the doctor's name? കേട്ടോളൂ. Do you know the doctor's name? Do you know the doctor's name? Do you know നിങ്ങൾക്കറിയാമോ? Do you know the doctor's name? Do you know the doctor's name? അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഡ്രൈവറുടെ പേര് അറിയാവോ? എങ്ങനെ പറയും ഏഞ്ചലീന? Do you know the driver's name? ഡ്രൈവേഴ്സ് നെയിം. Do you know the driver's name? ഓക്കെ. Okay. നിങ്ങൾക്ക് എന്താ പറയുക, ഫ്രണ്ടിൻ്റെ പേരറിയാവോ? എങ്ങനെ പറയും? Do you know the friend's name? അല്ലെങ്കിൽ സെക്യൂരിറ്റീൻ്റെ പേരറിയാവോ? എങ്ങനെ പറയാം അഭിനവ്? Do you know the security's name? Do you know the security's name? ഓക്കെ. നിങ്ങൾക്ക് ഡോക്ടേഴ്സിൻ്റെ നെയിം അറിയാമോ? അങ്ങനെ പറയാം. ഒന്നുകൂടി കേട്ടോളൂ. Do you know the doctor's name? Do you know the doctor's name? ഒരുമിച്ച് പറയാം, അല്ലാതെ do you know the doctor's name ഇങ്ങനെ മുറിക്കരുത്. Do you know the doctor's name? നമ്മൾ മുറിക്കേണ്ട സ്ഥലത്തെ മുറിക്കാവൂ. അതിനു മുമ്പ് മുറിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഓക്കെ. Okay. അപ്പോൾ പറയണേ, ഇല്ല എനിക്ക് തോന്നുന്നു അയാൾ നല്ലൊരു ഡോക്ടറാണ് എനിക്ക് തോന്നുന്നുണ്ട്. പേരെനിക്കറിയില്ല, പക്ഷേ അയാൾ നല്ല ഡോക്ടറാണ്. Okay. അല്ലെങ്കിൽ ഇങ്ങനെ പറയില്ല നമ്മൾ, പേരറിയില്ല പക്ഷേ അയാൾ നല്ല ഡോക്ടറാണ് ഞാൻ കേട്ടിട്ടുണ്ട്. എഞ്ചിലീന അങ്ങനെ പറയലുണ്ടോ? ചില ഡോക്ടേഴ്സിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ അയാൾ ഇങ്ങനെ ഉണ്ടോ, ഡോക്ടർ പേരെനിക്കറിയില്ല പക്ഷേ അയാൾ നല്ല ഡോക്ടറാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ പേരറിയാമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് അയാൾ നല്ല ഡോക്ടറാണെന്ന്. അതാണ് എങ്ങനെയാണ് പറയുന്നത് കേട്ടോളൂ. No, but I heard he's good. കേട്ടോ. No, but I heard he's good. കേട്ടോളൂ. No, but I heard he's good. But I heard എന്നല്ല പറയാ, but I heard he's good. കേട്ടോ. No, but I heard he's good. No, but I heard he's good. But I heard. No ഇല്ല, പക്ഷേ എന്നുള്ളതിന് but. I heard എന്നല്ല പറയാ, I heard. എന്ത് പറയും ഏഞ്ചലീന? I heard. He is എന്നുള്ളതിന് ഷോർട്ടാണ് he's good. But I heard he's good. അഭിനവ് ട്രൈ ചെയ്യാം. No, but I hear he's good. But I heard എന്നാണ് പറയാം. പറയൂ. No, but I heard he's good. Yes. No, but I heard he's good. No, but I hear he's good. അതാണ്. But I heard he's good. Do you know doctor's name? No, but I heard he's good. പറഞ്ഞു നോക്കിയേ. No, but I hear he's good. ഓക്കെ. എഞ്ചിനീയറിനോട് ആ ചോദ്യം ചോദിച്ച് ആ ഡോക്ടർ പേര് അറിയാമെന്ന് ചോദിക്കുക. അപ്പോൾ എഞ്ചിനീയർ ആൻസർ പറയാം. Do you know the doctor's name? No, but I heard he's good. No, but I heard he's good. നമ്മളത് പറയുമ്പോൾ നമ്മൾ ചാടി പറയുന്നതിന് പകരം നമ്മൾ ആലോചിച്ചില്ല, അങ്ങനെയുണ്ട് ആ ഡോക്ടർ പേരറിയാം. അപ്പോൾ ഡോക്ടർ പേരെനിക്കറിയില്ല പക്ഷേ അയാൾ നല്ല ഡോക്ടറാണെന്ന് എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല അങ്ങനെയല്ലേ പറയാം നമ്മൾ മലയാളത്തിൽ. അതേപോലെ തന്നെ Do you know the doctor's name? No, but I heard he's good. പറയാം. മനസ്സിലായോ? ഈ ഒരു സ്റ്റൈലിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. Okay. ഫസ്റ്റ് വേണേൽ ഏഞ്ചലീൻ്റെ ചോദ്യം ചോദിക്കാം, അഭിനവന് ആൻസർ പറയാം. Okay. Do you know the doctor's name? No, but I hear he's good. കറക്റ്റ്. അങ്ങനെ പറയാം. ഓക്കെ. തിരിച്ചും ചോദിച്ചേ. Do you know the doctor's name? No, but I heard he's good. കറക്റ്റ്. ഓക്കെ. Okay. സൂപ്പർ. അതാണ് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഒരു ശൈലി രൂപപ്പെടുത്തി അങ്ങനെ നിങ്ങൾ സംസാരിച്ച് തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. വളരെ നല്ലതാണ്. ട്രൈ ചെയ്യണം. ഓക്കെ. Okay, sir. ഇനി അടുത്ത ചോദിക്കുകയാണ്, ഈ റോഡിൽ തന്നെയാണോ, അതായത് നമ്മളീ പോകുന്ന ഈ റോഡിൽ തന്നെയാണോ ക്ലിനിക്ക് ഉള്ളത് എന്നുള്ളതാണ് അവർക്ക് സംശയം. നമ്മളീ വഴി കാണിച്ചു തന്നു, ഈ വഴിയിലെ ഈ റോഡിൽ തന്നെയാണോ ക്ലിനിക്ക് ഉള്ളതെന്നാണ് ചോദിക്കേണ്ടത്. എങ്ങനെയാണ് ചോദിക്കുന്നത് കേട്ടോളൂ. Is the clinic on this road? പറഞ്ഞത് ശ്രദ്ധിക്കുക. Is the clinic on this road? Is the clinic on this road? എങ്ങനെ പറയും? Is the clinic on this road? കറക്റ്റ്. എങ്ങനെ പറയും എഞ്ചലീന? Is the clinic on this road? ഒന്നുകൂടി കേട്ടോ. Is the clinic on this road? Is the clinic. Is the clinic. ഒന്ന് ഓർക്കെ പറയാം. Is the clinic on this road? Is the clinic on this road? ട്രൈ ചെയ്താ അഭിനവ്? Is the clinic on this road? Yes. Is the clinic on this road? അത് ഈ ക്ലിനിക്ക് ഈ റോഡിലാണോ ഉള്ളത്? അതേസമയം നമ്മളൊരു ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. അപ്പോൾ ഈ നേരെ ഈ റോഡിന് പോയാൽ ഇവിടെ തന്നെയാണോ ബസ് സ്റ്റാൻഡ് ഉള്ളതെന്ന് ചോദിക്കണമെങ്കിൽ എങ്ങനെ പറയും? Is the bus stand on this road? എങ്ങനെ ചോദിക്കും? Is the bus stand on this road? ഓക്കെ. ഏഞ്ചലീന
റെയിൽവേ സ്റ്റേഷൻ ഈ റോഡിൽ തന്നെയാണുള്ളത്, ഈ റോഡിന് നേരെ പോയാൽ മതിയോ? ഇങ്ങനെ ചോദിക്കും. Is the railway station on this road? On this road. Is the railway station on this road? എന്നിട്ട് പറഞ്ഞു മോളെ. Is the railway station on this road? വെരി ഗുഡ്. ATM ഈ റോഡിൽ തന്നെയാണുള്ളത്, എങ്ങനെ പറയും അഭിനവേ? Is the ATM on this road? Yeah. Is the ATM on this road? എങ്ങനെ ചോദിക്കും? Is the ATM on this road? വെരി ഗുഡ്. ഓക്കെ. then അപ്പോൾ നമ്മളോട് അങ്ങനെ പറയുകയാണ്, ഇങ്ങനെ ഏത് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നതാണ് ഈസ് ദ ക്ലിനിക് ഓൺ ദിസ് റോഡ്, ഈ റോഡിലാണോ ക്ലിനിക് ഉള്ളത്, നേരെ പോയാൽ മതിയോ? അപ്പോൾ പറയാണ് അതെ, നേരെ പോയിട്ട് എന്താ പറയുക, ലെഫ്റ്റിലേക്ക് പോവുക, നേരെ പോയിട്ട് ലെഫ്റ്റിലേക്ക് തിരിയുക, ഇടത്തോട്ട് തിരിയുക, നേരെ പോയിട്ട് ഇടത്തോട്ട് തിരിയുക. അതെങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ആൾക്ക് കൺഫ്യൂഷൻ കൂടുതലായി വരാറുള്ളത്. നമുക്കൊന്ന് കേട്ട് നോക്കാം. Yes, go straight, then take a left. Yeah, go straight and then take a left. കേട്ടോളൂ. Yes, go straight, then take a left. കണ്ടോ? Yeah, go straight. Yes. അതെ, go straight, നേരെ പോവുക. Then take a left, ഇടത്തോട്ട് തിരിയുക. Go straight, then take a left. Yes, go straight, then take a left. പറഞ്ഞു നോക്കൂ ഏഞ്ചലീന. Yes, go straight and take a left. മോളെ ആൻഡ് അല്ല then. പിന്നെ then take a left. Yes, go straight, then take a left. Then take a left. ഒന്നുകൂടി കേട്ടോ. Yes, go straight, then take a left. അഭിനവ് ട്രൈ ചെയ്യാം. Yes, go straight, then take a left. ഓക്കെ, നേരെ പോവുക, പിന്നെ ഇടത്തോട്ട് തിരിയുക. യെസ്, ഗോ സ്ട്രൈറ്റ് ദെൻ ടേക്ക് എ ലെഫ്റ്റ്. ഇനി നേരെ പോവുക, എന്നിട്ട് വലത്തോട്ട് തിരിയുക. അങ്ങനെയാകുമ്പോൾ ടേക്ക് എ റൈറ്റ് എന്ന് പറഞ്ഞാൽ മതി. എങ്ങനെ പറയാം അഭിനവ്? Yeah, go straight, then take a right. യാ, ഗോ സ്ട്രൈറ്റ് ദെൻ ടേക്ക് എ റൈറ്റ്. ഓക്കെ, Okay. ദെൻ ടേക്ക് എ റൈറ്റ്. ടേക്ക് എ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ടേക്ക് എ റൈറ്റ്. ഇനി നേരെ ഇങ്ങനെ പറയുകയാണെങ്കിൽ നേരെ വലത്തോട്ട് തിരിഞ്ഞിട്ട് നേരെ പോയാൽ മതി. അങ്ങനെ പറയാമല്ലോ, അങ്ങനെ പറയാറില്ലേ? ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ട് നേരെ പോയാൽ മതി. അങ്ങനെ പറയുന്നതാണ് ടേക്ക് എ റൈറ്റ് ആൻഡ് ഗോ സ്ട്രൈറ്റ്. ടേക്ക് എ റൈറ്റ്, വലത്തോട്ട് പോയിട്ട്, ആൻഡ് ഗോ സ്ട്രൈറ്റ്, നേരെ പോവുക, വലത്തോട്ട് പോയിട്ട് നേരെ പോവുക. എനിവേ ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്, നേരെ പോവുക, അതിനുശേഷം ഇടത്തോട്ട് തിരിയുക. Okay. ഓക്കെ, യെസ്, ഗോ സ്ട്രൈറ്റ് ദെൻ ടേക്ക് എ ലെഫ്റ്റ്. ഓക്കെ. Okay. ഇനി നമ്മൾ ചോദിക്കുകയാണ്, അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ അതിനകത്ത് ഇത് വന്ന സമയത്ത് നമ്മളൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, ആ ടീ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയല്ലേ എന്നാ ചോദിക്കുന്നത്? ആ ടീ ഷോപ്പിൻ്റെ അടുത്തല്ലേ? അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അത് ചോദിക്കുന്ന രീതി ശ്രദ്ധിച്ചോളൂ. അത് നമ്മളിപ്പോൾ പലപ്പോഴും പറയാറുള്ളതാണ്. നമ്മളപ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യൻ ടാഗ് ഒന്നും ഉപയോഗിച്ച് പറയേണ്ട കാര്യമില്ല, സിമ്പിളായിട്ട് പറയാൻ കേട്ടുള്ളൂ. Near the tea shop, right? നിയർ ദ ടീ ഷോപ്പ്, റൈറ്റ്? നിയർ ദ ടീ ഷോപ്പ്, നിയർ എന്ന് വേണ്ട, നിയർ ദ ടീ ഷോപ്പ്, റൈറ്റ്? Near the tea shop, right? അതാ, നിയർ ദ ടീ ഷോപ്പ്, ടീ ഷോപ്പിൻ്റെ അടുത്ത്, അങ്ങനെയല്ലേ എന്നുള്ളതിന് റൈറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാണ്. നിയർ ദ ടീ ഷോപ്പ്, റൈറ്റ്? എങ്ങനെ ചോദിക്കാം അഭിനവ്? Near the tea shop, right? യെസ്, റൈറ്റ്, അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നതാണ് കേട്ടോ. Okay. നിയർ ദ ടീ ഷോപ്പ്, റൈറ്റ്? Near the tea shop, right? ഏഞ്ചലീന? Near the tea shop, right? ടെക്സ്റ്റൈൽ ഷോപ്പിന് അടുത്തല്ലേ? എങ്ങനെ ചോദിക്കും? ആ ടെക്സ്റ്റൈൽ ഷോപ്പിന് അടുത്തല്ലേ എങ്ങനെ പറയും? Near the textile shop, right? നിയർ ദ ടെക്സ്റ്റൈൽ ഷോപ്പ്, റൈറ്റ്? Near the textile shop, right? ആ റൈറ്റിന് നമ്മളത് ഊന്നൽ കൊടുക്കുന്നത് അങ്ങനെയല്ലേ, നേരെ പോയിട്ട് ടെക്സ്റ്റൈൽ ഷോപ്പിന് അടുത്ത് അല്ലേ, അങ്ങനെ ചോദിക്കില്ല. അല്ലേ എന്നുള്ള സംഭവമാണ് ഇങ്ങനെ ചോദിക്കാം. Okay. ഒന്നുകൂടി ചോദിച്ചേ. Near the textile shop, right? ഓക്കെ, കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ അടുത്തല്ലേ എന്ന് എങ്ങനെ ചോദിക്കും മോളെ? Near the cooperative bank, right? നിയർ ദ കോപ്പറേറ്റീവ് ബാങ്ക്, റൈറ്റ്? ഓക്കെ, ആ റൈറ്റ് എന്നുള്ള എടുത്തു ചോദിക്കണം കേട്ടോ. Okay, sir. യെസ്. അപ്പോൾ അതിൻ്റെ ആൻസർ പറയുന്നത് കേൾക്കാം. നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു പുറത്തൊരു സൈൻ ബോർഡ് കാണാം. സൈൻ എന്ന് വേണമെങ്കിൽ പറഞ്ഞാലും മതി. സൈൻ ബോർഡ് എന്ന് പറയണമെന്നില്ല, സൈൻ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, നമ്മൾ പറയുന്ന രീതി വെച്ചിട്ട് സൈൻ ബോർഡ് എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതായത് നമ്മൾ ഡോക്ടർ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് ഉണ്ടാവില്ലേ, അതിനാണ്. ഓക്കെ, അപ്പോൾ പറയാം യെസ്, യു വിൽ സീ ദ സൈൻ ഔട്ട് സൈഡ്. സൈൻ ഔട്ട് സൈഡ്, പുറത്ത് നിങ്ങൾക്ക് അവിടെ ഒരു സൈൻ കാണാം. അതായത് ഒരു ബോർഡ്, സൈൻ ബോർഡ് കാണാം എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്, യു വിൽ സീ ദ സൈൻ ഔട്ട് സൈഡ്. എങ്ങനെ പറയും കേട്ടോളൂ? Yes, you'll see the sign outside. Yes, you'll see the sign outside. യെസ്, യു വിൽ എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് യുൽ. യെസ്, യുൽ സീ ദ സൈൻ ഔട്ട് സൈഡ്. പറഞ്ഞു നോക്കാം അഭിനവ്. Yes, you'll see the sign outside. യെസ്, യുൽ സീ ദ സൈൻ ഔട്ട് സൈഡ്. Yes, you'll see the sign outside. ഏഞ്ചലീന? Yes, you'll see the sign outside. യെസ്.
ഇനി നിങ്ങൾ ആ ഭിത്തിയുടെ മുകളിൽ നിങ്ങൾക്കൊരു സൈൻ ബോർഡ് കാണാം എന്നാണ് പറയുന്നതെങ്കിൽ യെസ് യു വിൽ സീ ദ സൈൻ ബോർഡ് ഓൺ ദ വാൾ എങ്ങനെ പറയാം അഭിനവ്? യു വിൽ സീ ദ സൈൻ ബോർഡ് ഓൺ ദ വാൾ. ഓൺ ദ വാൾ എന്ന് പറഞ്ഞാൽ ഭിത്തിയാണല്ലോ, ഭിത്തിയുടെ മുകളിൽ. Okay. യു വിൽ സീ എന്നുള്ളതിന് യു വിൽ സീ, യു വിൽ എന്നുള്ളതിന് You will. യു വിൽ സീ You will see. യു വിൽ സീ ദ സൈൻ ബോർഡ് ഓൺ ദ വാൾ. The sign board on the wall. ഓക്കെ. ഇനി ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഒരു സൈൻ ബോർഡ് കാണാം, അങ്ങനെയാണെങ്കിലോ? You will see the sign board on the building. ഓൺ ദ ബിൽഡിംഗ് എങ്ങനെ പറയും ഏഞ്ചലീന? On the building. അപ്പോൾ ഒരുമിച്ച് പറയുമ്പോൾ You will see the signboard on the building. വെരി ഗുഡ്, സൂപ്പർ. യു വിൽ സീ ദ സൈൻ ബോർഡ് ഓൺ ദ ബിൽഡിംഗ്. ഓക്കെ. അപ്പോൾ പറയാണ് സഹായിച്ചതിൽ വളരെയധികം, നിങ്ങളുടെ സഹായത്തിന് വളരെയധികം നന്ദി നമ്മൾ സ്വാഭാവികമായിട്ടും പറയും. നന്ദി പറയാതെ ഒരു സ്ഥലത്തേക്കും പോകാൻ പാടില്ല, നമ്മൾ നന്ദി ഇല്ലാത്തവരായി മാറാൻ പാടില്ല. ഓക്കെ. Okay, sir. അപ്പോൾ അതിങ്ങനെ പറയാൻ കേൾക്കാം. Thanks a lot for your help. കണ്ടോ? താങ്ക്സ് ഫോർ ലോട്ട് ഫോർ ഹെൽപ്പ്. കേട്ടോളൂ. Thanks a lot for your help. കണ്ടോ, ഒരു നന്ദി പറയാൻ വരെ നമുക്ക് കൺഫ്യൂഷൻ. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ചെറിയ പ്രയാസമില്ല എന്താ പറഞ്ഞതെന്ന്. താങ്ക്സ് എ ലോട്ട് ഫോർ യുവർ ഹെൽപ്പ്. ഒന്നുകൂടി കേട്ടോളൂ. Thanks a lot for your help. കണ്ടോ? താങ്ക്സ് എന്ന് പറയുന്നില്ല, താങ്ക്സ് എ ലോട്ട് ഫോർ യുവർ ഹെൽപ്പ്. താങ്ക്സ് എ ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ സഹായത്തിന്. യുവർ ഹെൽപ്പ്. താങ്ക്സ് എ ലോട്ട് ഫോർ യുവർ ഹെൽപ്പ്. ഫോർന്നും വേണ്ട, ഫോർ യുവർ ഹെൽപ്പ്. ഒരുമിച്ച് പറയുമ്പോൾ എങ്ങനെ പറയാം അഭിനവ്? Thanks a lot for your help. വെരി ഗുഡ്. താങ്ക്സ് എ ലോട്ട് ഫോർ യുവർ ഹെൽപ്പ്. ഏഞ്ചലീന? Thanks a lot for your help. Very good. Appreciate that. Thanks a lot for your help. Okay? Okay, sir. അപ്പോൾ നമുക്കൊരാൾ താങ്ക്സ് ലോട്ട് ഫോർ യുവർ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല, നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നതാണ്. നമ്മളിവിടെ സ്ഥിരം ഇത് തന്നെയാണ് പരിപാടി. എല്ലാവരും ഒന്നുകൂടെ ചോദിക്കും. ആ ഒരു ഫീൽഡിൽ നമ്മൾ കാര്യം പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കേട്ടോളൂ. No problem. Hope you feel better soon. കുഴപ്പമില്ല, പെട്ടെന്ന് അസുഖമൊക്കെ മാറട്ടെ. No problem. Hope you feel better soon. No problem. കുഴപ്പമൊന്നുമില്ല. ഹോപ്പ് യു, ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫീൽ ബെറ്റർ സൂൺ. പെട്ടെന്ന് അസുഖമൊക്കെ മാറട്ടെ. പെട്ടെന്ന് അസുഖമൊക്കെ മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഒന്നുമില്ല, നമ്മൾ മലയാളത്തിൽ പറയില്ല പെട്ടെന്ന് അസുഖമൊക്കെ മാറട്ടെ, എന്നാൽ വേഗം പോയിട്ട് വാ എന്നൊക്കെ പറയില്ല. അതാണ് നോ പ്രോബ്ലം. ഹോപ്പ് യു ഫീൽ ബെറ്റർ സൂൺ. ബെറ്റർ എന്നല്ല, ബെറ്റർ. എങ്ങനെ പറയാം അഭിനവ്? ബെറ്റർ. ഹോപ്പ് യു ഫീൽ ബെറ്റർ സൂൺ. Hope you feel better soon. ഒന്ന് പറഞ്ഞു നോക്കിയേ. No problem. Hope you feel better soon. ഒന്നുകൂടി കേട്ടോ. No problem. Hope you feel better soon. No problem. Hope you feel better soon. No problem. Hope you better soon. Hope you feel. Hope you feel better soon. Angelina? No problem. Hope you feel better soon. Okay, no problem. Hope you feel better soon. എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. Okay. ഓക്കെ, ഈ ഒരു ഐഡിയ കിട്ടിയല്ലോ. Yes, sir. നമുക്ക് ജസ്റ്റ് ഈ കോൺവെർസേഷൻ ഞാനൊന്ന് എഴുതി ഇവിടെ കാണിച്ചു തരാം. നമ്മൾ എവിടെ വെച്ചാൽ നിർത്തിയതിൻ്റെ തുടർച്ചയായിട്ട് ആദ്യം ഒന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് പോലെ പറയണത് എന്താ സ്ഥിതി? സ്റ്റാർട്ടിങ് മുതൽ പറയാം, നല്ല ഫ്ലോ കിട്ടും. ഓക്കെ, സൂപ്പർ. ഓക്കെ, ഏഞ്ചലീന റെഡിയാണോ? ഇപ്പോൾ ക്യാരക്ടർ എ ആണോ ബി ആണോ ഏഞ്ചലീനയ്ക്ക് വേണ്ടത്? എ ആണ്. ഓക്കെ, ഏഞ്ചലീന ക്യാരക്ടർ എ എടുത്തു. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾ സ്പീഡ് കൂട്ടി പറയണമെന്നില്ല, ഒന്ന് നോക്കി ശ്രദ്ധിച്ച് ക്ലാരിറ്റിയിൽ പറഞ്ഞു പോയാൽ മതി കേട്ടോ. ഓക്കെ, കാണുന്നുണ്ടല്ലോ, സ്ക്രീൻ കാണാവോ? Yes, sir. Okay. Angelina? Okay, Molu. Let's start here. You can start. Hey, excuse me. Is there a clinic nearby? Yeah, there's near the temple. Yeah, there is one near the temple. You know what I mean? Okay. Yeah, there is one near the temple. Yeah, there's one near the temple. ഒന്നുകൂടി സ്റ്റാർട്ടിങ് മുതൽ പറഞ്ഞു മോളെ. Hey, excuse me. Is there a clinic nearby? Yeah, there's one near the temple. Oh, great. How far is it? Just a few minutes walk from here. Just a few minutes അല്ല, just a 5 minutes. Few minutes എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം. Okay. അപ്പോൾ just a 5 minutes walk from here. Just a 5 minute walk from here. Just a 5 minutes walk from here. Yes. അഭിനവ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അഭിനവും ഏഞ്ചലീനയും നമ്മൾ കേട്ടിരിക്കുന്ന എല്ലാവരും ചെയ്യേണ്ട കാര്യം, ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞു പോകുമ്പോൾ ഇത് എളുപ്പമാണെന്ന് തോന്നും, പക്ഷേ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞു നോക്കുക. പക്ഷേ ഇത് ലൈഫിൽ വളരെയധികം ആവശ്യമായിട്ട് വരുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് എവിടെ പോയാലും വഴിയും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇത് ആവശ്യമായിട്ട് വരുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് തന്നെ പറഞ്ഞ് കേട്ട് പോരണം കേട്ടോ. Okay, sir. അപ്പോൾ ഇതൊന്ന് പറഞ്ഞു നോക്ക്. Just a 5 minutes walk from here. Yes. Angelina? Is it easy to find? Is it easy to find? Okay, answer പറയാം. Yeah, it's next on the tea shop.
നെക്സ്റ്റ് ടു ദ ടീ ഷോപ്പ്. Yeah, it's next to the tea shop. ഇറ്റ്സ് നെക്സ്റ്റ് ടു ദ ടീ ഷോപ്പ്. അവന് ഇത്ര ആലോചിച്ചാൽ മതി കേട്ടോ. ഏഞ്ചലീന പറയുമ്പോൾ മോളെ നോക്കി പറയുന്ന ഒരു ഫീൽ വരാതെ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ലൈഫിൽ പറയില്ലേ, Is it easy to find? Yeah, it's next to the tea shop. Okay? Okay. ഒന്നുകൂടി ചോദിച്ചാൽ മോളത്. Is it easy to find? Yeah, it's next to the tea shop. Correct. Do they have an ENT doctor? Do they have an ENT doctor? Do they have an ENT doctor? I think so, but better call first. Yeah, I think so, but better call first. Very good, but better call first. അടുത്തത്. Do you know their name? Do you know their timings? Timings. Do you know their timings? മോള് കാണുന്നുണ്ടോ ക്ലിയർ ആയിട്ട്? Do you know their timings? Do you know their timings? Not sure, but they open early. അത് ക്ലാരിറ്റി ഒന്നും മിസ്സായിട്ടുണ്ട്. Not sure. Not sure. But they open early. Not sure, but they open early. Okay, correct. അടുത്തത്. Can I just walk in? Can I just walk in? ഒരു കറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞോ മോളെ. Can I just walk in? Yeah, but mornings are... So once more. Okay, no problem. Yeah, but morning are less crowded. Yeah, but mornings are less crowded. Yeah, but mornings are less crowded. അല്ല നമ്മൾ പറയില്ലേ കുഴപ്പമില്ല, പക്ഷെ രാവിലെ ഭയങ്കര തിരക്ക് കുറവുള്ള സമയമാണ്. അതെ, എന്ന് പറയും. Yeah, but mornings are less crowded. Yeah, but mornings are less crowded. Okay, അടുത്തത്. What's the clinic's name? I think it's called People Clinic. Yeah, I think it's called People Clinic. Very good. Okay, then. Do you know the doctor's name? No, but I hear he's good. Yeah, but I hear he's scared. Very good. Is the clinic on the road? Yes. Go straight, then take a left. Go straight, then take a left. Very good. Okay, then. Near the tea shop, right? Yes, you'll see the sign outside. Yes, you'll see the sign outside. Good, very good. Thanks a lot for your help. No problem. Hope you feel better soon. Yeah. Okay, very good. Super. ഈ ഒരു ഐഡിയ കിട്ടിയല്ലോ, നല്ല രീതിയിലുള്ള ഐഡിയ കിട്ടിയില്ലേ? Yes, sir. സൂപ്പർ. കാരണം ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ നമ്മൾ എത്രത്തോളം പറയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം കിടക്കുന്നത്. നമ്മളിങ്ങനെ കേട്ടു പോവുക എന്നതിനപ്പുറത്ത് നമ്മളിത് പറയുന്നു. ചില ആൾക്കാർ നമ്മളോട് പറയാറുണ്ട്, സാർ ഇത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, തിരിച്ച് പറയാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒറ്റ പ്രശ്നം, കേൾക്കുന്നവർ കേട്ടുകൊണ്ടേയിരിക്കുന്നുള്ളൂ, അവർ ഉറക്കെ പറയുന്നില്ല. അവർ പറയും ഓക്കെ കൊള്ളാം, ഇതൊക്കെ എനിക്ക് ഐഡിയ ആണ്, നല്ല ഐഡിയ കിട്ടി, ഞാനിത് കുറേ യൂട്യൂബിൽ കേട്ടാണ്. കേട്ടുകൊണ്ട് ഒരു കാര്യമില്ല, കേട്ടിട്ട് തിരിച്ച് ഇതേപോലെ ഉറക്കെ പറയണം, ലൗഡായിട്ട് പറയാൻ ശ്രമിക്കണം. അടുത്തുള്ള വീട്ടിലുള്ള ആൾക്കാർ എഴുന്നേറ്റ് വരണം എന്നല്ല ഞാൻ പറഞ്ഞത്, അത്യാവശ്യം ലൗഡായിട്ട് ഉറക്കെ തന്നെ പറഞ്ഞാലാണ് നമ്മുടെ ഉച്ചാരണം കറക്റ്റ് ആവുകയും നമ്മൾ പറയുമ്പോഴായിരിക്കും ഇപ്പോൾ ബട്ട് എന്നുള്ള ഈ സാധനമൊന്നും വരില്ല അല്ലേ? Yes, sir. കൺഫ്യൂഷൻ വരില്ലേ? അതെ. ഇപ്പോൾ കണ്ടോ, സെക്കൻഡ് സ്റ്റാൻസ് കുറച്ച് ബുദ്ധിമുട്ടുള്ള സെൻറ്റൻസ് ആണ്, പക്ഷേ അതാണ് അഭിനവ് ചെയ്തത്. പക്ഷേ എന്നിട്ടും അത് ഏകദേശം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. രണ്ടാൾ നന്നായി ചെയ്തിട്ടുണ്ട്. സൂപ്പർ. ഓക്കെ, അതൊരു നല്ല ഇതായി തന്നെ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് സൂപ്പർ. ഇനി നിങ്ങൾ എന്നോട് സംശയം ചോദിച്ചിരുന്നു, നമ്മൾ ഓഡിയൻസും സംശയം ചോദിച്ചിരുന്നു, നിങ്ങളും ചോദിച്ചില്ലേ സംശയം? Yes. അപ്പോൾ അതിലെ ഒന്നാമത്തെ സംശയം എന്തായിരുന്നു ചോദിച്ചാൽ, കാലുളുക്കുക എന്നുള്ളതിന്. ഇപ്പോൾ കാല് ഉളുക്കുക അല്ലെങ്കിൽ കാലിങ്ങനെ മടങ്ങി ഇങ്ങനെ ചതിഞ്ഞ് അവിടെ ഇങ്ങനെ നീരൊക്കെ വരില്ലേ, ഇതിനെന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്? എൻ്റെ കാലിപ്പോൾ ഉളുക്കി, കാൽപാദം അല്ലെ, അവിടെ ആ ഭാഗമാണല്ലോ ഉളുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ കാലിൻ്റെ അതിന് ശരിക്കും ആ കാൽപാദത്തിൻ്റെ അതിൻ്റെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ആങ്കിൾ എന്നാണ് പറയാം. ആങ്കിൾ, ANK അല്ലേ, അങ്കിളല്ല ആങ്കിൾ. എന്താ മോളെ? അല്ലേ, അതെല്ലാവർക്കും അറിയായിരിക്കും. ആങ്കിൾ. അപ്പോൾ ഈ ഉളുക്കുക എന്നുള്ളതിൻ്റെ വേർഡ് സ്പ്രെയിൻ ആണ്. സ്പ്രെയിൻ, അതായത് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയില്ലേ, സ്ട്രെസ് സ്ട്രെയിൻ എന്നൊക്കെ പറയില്ലേ, ഭയങ്കര സ്ട്രെസ് ആട്ടോ, ഭയങ്കര സ്ട്രെയിൻ ആട്ടോ എന്ന് പറയില്ലേ, അതിന് പകരം സ്പ്രെയിൻ എന്നൊക്കെ, അല്ലെങ്കിൽ സ്പ്രേ ഇല്ലേ, സ്പ്രേ ചെയ്യുക, അതിനിവിടെ IN ചേർത്ത് സ്പ്രെയിൻ. അപ്പോൾ എൻ്റെ കാൽ ഉളുക്കി എന്നുള്ളതിന് സ്പ്രെയിൻഡ് ആണ്, ഉളുക്കി എന്നുള്ളതിന് ഐ സ്പ്രെയിൻഡ് മൈ ആങ്കിൾ എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ എൻ്റെ കാൽ ഉളുക്കി, എന്നാൽ എൻ്റെ കാലം ഉളുക്കിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ വലിച്ചു കുത്തി അങ്ങനെയാണോ? ഐ സ്പ്രെയിൻഡ് മൈ ആങ്കിൾ. എന്ത് പറയും മോളെ? I sprained my ankle. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ചോദിച്ചൊരു സംശയമാണ്, അപ്പോൾ അവർക്കത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഐ സ്പ്രെയിൻഡ് മൈ ആങ്കിൾ. ആങ്കിൾ. ഓക്കെ, പിന്നെ എന്തായിരുന്നു ചോദിച്ചത്? അഭിനവ് ചോദിച്ച ഡൗട്ട്, ഞാൻ ഈ കാലൊക്കെ ഈ വെച്ച് കുത്തി പോലെ
കാലിൻ്റെ വിരൽ ഇങ്ങനെ ഇടിക്കുമ്പോൾ ചതയുമ്പോൾ അതിന് എന്താ പറയാന്നല്ലേ? ഓക്കെ ഞാനത് ഞാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഇമേജും കൂടെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഇട്ടേക്കാം. ഓക്കെ യെസ്. അതായത് നമുക്ക് കാലിൻ്റെ ഇങ്ങനെ ഇടിച്ചിട്ട് എൻ്റെ നമ്മുടെ ടോ അല്ലേ പറയാം, നമ്മൾ ചെറിയ വിരലൊക്കെ ടോ എന്ന് പറയില്ലേ, അതിങ്ങനെ ചതവ് പറ്റുമ്പോൾ പറയാണ് ഐ സ്റ്റബ്ഡ് എന്ന് പറയാം. STUBBED സ്റ്റബ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഈ ഇടിച്ച് ചതയില്ലേ, അതിന് പറയുന്നതാണ് സ്റ്റബ്ഡ്. ഐ സ്റ്റബ്ഡ് മൈ ടോ. എങ്ങനെ പറയും മോളെ? I stubbed my toe. ഐ സ്റ്റബ്ഡ് മൈ ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിംഗർ കൊണ്ട് ഇടിച്ച് ചതഞ്ഞ് നാശമായി കിടക്കുകയാണ്. ഓക്കെ. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ഐ സ്റ്റബ്ഡ് മൈ ടോ. ഐ സ്പ്രെയിൻഡ് മൈ ആങ്കിൾ. എൻ്റെ ആങ്കിൾ എന്ത് ചെയ്തു? സ്പ്രെയിനായി, ചതഞ്ഞ് ഉളുക്കി എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അല്ലെങ്കിൽ ഇതിവിടെ സ്റ്റബ്ഡ് മൈ ടോ എന്നാണ് പറയേണ്ടത്. അല്ലാതെ അവിടെ നമ്മൾ ഐ സ്പ്രെയിൻഡ് മൈ ടോ നല്ല ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഇതാണ് വേണ്ടത് കേട്ടോ. ഇനി മോള് ചോദിച്ചെന്തായിരുന്നു? ഡോറിൽ ഫിംഗേഴ്സ് ഒക്കെ കുടുങ്ങി പോകുമ്പോൾ. റൈറ്റ്. ഡോർ അടയ്ക്കുമ്പോൾ നമ്മളെ കൈവിരൽ ഒക്കെ അതിൻ്റെ ഇടയിൽ കുടുങ്ങുന്നതിന് അല്ലേ, ഫിംഗേഴ്സ് അല്ലേ? അപ്പോൾ അതിന് പറയുന്ന വേർഡ് പറയാം. ഈ അടയ്ക്കുക എന്നുള്ളതിന് സ്ലാം എന്ന് പറയും. സ്ലാം, SLAMM. ഓക്കെ. സ്ലാംഡ് എന്ന് പറഞ്ഞാൽ അടച്ചുന്ന. ഐ സ്ലാംഡ് മൈ ഫിംഗേഴ്സ്. അതായത് ഞാൻ എൻ്റെ ഡോർ അടച്ച് എൻ്റെ കൈ അതിൽ കുടുക്കി എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണ് ഐ സ്ലാംഡ് മൈ ഫിംഗേഴ്സ്. മൈ ഗാഡ്, ഐ സ്ലാംഡ് മൈ ഫിംഗേഴ്സ്. ഐ സ്ലാംഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വാതിലടയ്ക്കുമ്പോൾ നമ്മളെ കൈ അതിൽ കുടുങ്ങില്ലേ, അതിനാണ് ഐ സ്ലാംഡ് മൈ ഫിംഗേഴ്സ്. എങ്ങനെ പറയും മോളെ? I slammed my fingers. യെസ്. ഓക്കെ. അതേപോലെ ഞാൻ ഇപ്പോൾ അറിയാതെ ഇപ്പോൾ കത്തി കൊണ്ടൊക്കെ നമ്മുടെ കൈ മുറിയില്ലേ, അപ്പോൾ കൈ മുറിയാന്നുള്ളതിന് നമ്മളെങ്ങനെ പറയാന്നറിയോ? ഐ കട്ട് മൈ ഫിംഗേഴ്സ്. അപ്പോൾ നമ്മൾ കത്തി കൊണ്ട് നമ്മുടെ സ്വന്തം കൈ നമ്മൾ തന്നെ കട്ട് ചെയ്തോ? ഐ കട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മുറിച്ചു എന്നല്ലേ? ഐ കട്ട് മൈ ഫിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എൻ്റെ കൈ മുറിച്ചു എന്നാണോ? ഫിംഗർ എന്നുള്ളതാണോ? അല്ല, അവിടെ പറയുന്നതും എൻ്റെ കത്തി ശരിക്കും നമ്മൾ അറിയാതെ കൈ മുറിച്ചാൽ നമ്മൾ തന്നെയാണല്ലോ മുറിക്കുന്നത്. അതുകൊണ്ടാണ് ഐ കട്ട് മൈ ഫിംഗർ. ഐ കട്ട് മൈ ഫിംഗർ എന്ന് പറഞ്ഞാൽ ഞാൻ കത്തി ഉപയോഗിച്ചറിയാതെ എൻ്റെ കൈ മുറിഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ, എൻ്റെ കൈ മുറിഞ്ഞു എന്നുള്ള പറയുന്നതാണ് ഐ കട്ട് മൈ ഫിംഗർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഐഡിയകൾ കിട്ടിയോ? ഓക്കെ. നിങ്ങൾ ഐഡിയ കിട്ടി എന്ന് പറയുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു കുഞ്ഞ് ടാസ്ക്കാണ് തരുന്നത്. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇവിടെ ബുക്ക് സ്റ്റാൾ എവിടെയാണ്, ഇവിടെ അടുത്ത് ബുക്ക് സ്റ്റാൾ ഉണ്ടോ, ഇവിടെ അടുത്ത് ഏതെങ്കിലും ബേക്കറി ഉണ്ടോ എന്നൊക്കെ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും നമ്മുടെ ടെമ്പിളിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ അടുത്ത് ഒരു ബേക്കറി ഉണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തിടണേ. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം. അത് ആ ക്വസ്റ്റ്യൻ ആൻസറും, അതായത് നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, ഇപ്പോൾ ഇവിടെ അടുത്ത് ബേക്കറി ഉണ്ടോ, ഇവിടെ അടുത്ത് ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടോ, ഇവിടെ ടൈലറിങ് ഷോപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ അടുത്തുണ്ട് എന്നെങ്ങനെയായിരിക്കും പറയുക? അപ്പോൾ ക്വസ്റ്റ്യനും ആൻസറും നിങ്ങൾ ടൈപ്പ് ചെയ്ത് എല്ലാവരും ഇടുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കുക. ഇതേപോലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൂടുതലായി ലഭിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ ചേരാവുന്നതാണ്. കോഴ്സിൻ്റെ വിവരങ്ങൾ അറിയാൻ നമ്മുടെ 9995558247 എന്നുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ ഇടയ്ക്കൊക്കെ നമ്മളവിടെ ഫ്രീ സെഷൻസ് നടത്താറുണ്ട്. അതുപോലെ നമ്മുടെ ഫീസ് അടച്ചുകൊണ്ടുള്ള കോഴ്സുകളും ചെയ്യാറുണ്ട്. ആ വിവരങ്ങളൊക്കെ പറയാം. ഇപ്പോൾ നമ്മുടെ പുതിയൊരു പ്രോഗ്രാം ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം നമ്മൾ ഓപ്പൺ ചെയ്ത പ്രോഗ്രാം നന്നായി പോകുന്നുണ്ട്. തീരെ ബേസിക് അറിയാത്ത ഒരാൾക്ക് പോലും ഗംഭീരമായി സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക. ഒപ്പം ഇതുപോലുള്ള വീഡിയോകൾ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരെയും കൂടെ കൊണ്ടുവന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുക. പരമാവധി നമ്മൾ വീഡിയോകൾ കൂടുതലായിട്ട് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. നല്ല തിരക്കായതുകൊണ്ടായിരുന്നു കുറച്ച് വീഡിയോകൾ ഇടാൻ വേണ്ടിയിട്ട് വൈകിപ്പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, മിസ്റ്റേക്സ് ആർ നോട്ട് എ ഫെയിലിയേഴ്സ്. അത് നിങ്ങളുടെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ അതിനെപ്പറ്റി ടെൻഷൻ ആവേണ്ട കാര്യമില്ല. They are like the wind that makes the tree stronger. ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. ഓക്കെ ഡിയർ, അതുകൊണ്ട് തെറ്റിപ്പോകുന്നതിനെ പറ്റി നിങ്ങളൊന്നും ടെൻഷൻ ആവണ്ട, തെറ്റിപ്പോകാം. Don't worry about that. Speak without fear, learn with excitement, and one day you will stand and speaking fluently and confidently. Keep going. Your English journeys just begin. It's me, your close friend, Surya Dhanesh. Have a great day. Bye for now.